വിഷയം ജനപ്രിയ സാഹിത്യത്തെക്കുറിച്ചാണ്. ജനപ്രിയ സാഹിത്യത്തോടുള്ള നമ്മുടെ നിലപാട്, വിമർശകരുടെ നിലപാട്, പൊതുജീവിതത്തിലെ ചില ട്രെൻഡുകളോട് എങ്ങനെയാണ് നമ്മുടെ സാഹിത്യ വിമർശകരും പണ്ഡിതന്മാരും നിലപാടെടുത്തത് എന്നതാണ് എൻ്റെ വിഷയം. എന്താണ് ജനപ്രിയ സാഹിത്യം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഡെഫിനിഷൻ ആവശ്യവുമില്ല. കാരണം നമുക്കൊരു പൊതുധാരണ അതിനെക്കുറിച്ചുണ്ട്. നമ്മളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പൊതുധാരണയാണ്. അതുകൊണ്ട് അതിനൊരു കൃത്യമായിട്ടുള്ള ഡെഫിനിഷന് വേണ്ടി നമ്മൾ പരതി നടക്കേണ്ട കാര്യമില്ല. ഇനി ഏതെങ്കിലും ഒരു ഡെഫിനിഷനുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ പൂർണ്ണമായിട്ട് ശരിയാവുകയുമില്ല. അപ്പൊ അതിന്റെ പിന്നാലെ പോകുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഡെഫിനിഷന്റെ ഒരു കാര്യത്തിൽ ഞാനിവിടെ ഒന്നും പറയുന്നില്ല. നമുക്കൊക്കെ അറിയാം എന്താണ് ജനപ്രിയ സാഹിത്യം എന്ന്. നമ്മൾ ഒരു കാലത്ത് 1980-കളിൽ അല്ലെങ്കിൽ 70 തൊട്ട് എന്ന് പറയട്ടെ, നമ്മൾ പൈങ്കിളി സാഹിത്യം എന്ന് വിളിച്ച കുറെ സാഹിത്യകൃതികൾ, അതുപോലെ കുറ്റാന്വേഷണ സാഹിത്യകൃതികൾ, അപസർപ്പക സാഹിത്യകൃതികൾ, മാന്ത്രിക നോവലുകൾ, ഇങ്ങനെ പലതും ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു പ്രത്യേക ജോണർ മാത്രമല്ല അതിലുള്ളത്, നിരവധി ഇനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. ഏതൊക്കെ ഇനങ്ങളാണ് അതിലുള്ളത്, ഏതൊക്കെയാണ് ഇല്ലാത്തത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എം മുകുന്ദന്റെ രാധമാത്രം എന്ന കൃതി അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് നമുക്ക് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഖസാക്കിന്റെ ഇതിഹാസം അതിൽ പെടുന്നില്ല. അതേസമയം നമുക്കറിയാം കാനമീജയുടെയും മുട്ടത്ത് വർക്കിയുടെയും കോട്ടയം പുഷ്പനാഥന്റെയും ഒക്കെ നോവലുകളും കൃതികളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നുമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു കൃതി പ്രത്യേകം അതിനെ ഉൾപ്പെടുന്നത്, എന്തുകൊണ്ടാണ് മറ്റത് ഉൾപ്പെടാത്തത്, എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് ആലോചിച്ചൊന്നും നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അത് നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, ആ പൈങ്കിളി എന്ന വാക്കിൽ തന്നെ ഉണ്ട് ആ പ്രത്യേക വിഭാഗത്തോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതിനെ അത്ര നന്നായിട്ടൊന്നുമല്ല നമ്മൾ അതിനെ കരുതിയിട്ടുള്ളത്. ഒരു മോശം സാഹിത്യകൃതികളുടെ ഒരു ഗണം. അതാണ് പൈങ്കിളി സാഹിത്യമായാലും അല്ലെങ്കിൽ ജനപ്രിയ സാഹിത്യമായാലും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ മട്ടിൽ തന്നെയാണ് നമ്മൾ അതിനെ കണ്ടിട്ടുള്ളത്. ഈ സമീപകാലത്ത് വെച്ചിട്ട് ഈ ഉത്തരാധുനികതയുടെയൊക്കെ ഒരു കാലത്ത് അതിന് കുറച്ചൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാമെന്നല്ലാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സത്യത്തിൽ അതാണ് നമുക്ക് ഉത്തരാധുനിക കാലഘട്ടത്തിൽ ഈ ജനപ്രിയ സാഹിത്യം വരേണ്യ സാഹിത്യം എന്ന ദ്വന്ദ്വമില്ലാതായി അത് ഒന്നിച്ച് ഫ്യൂസ് ചെയ്ത് ഒറ്റ ഗണമായി മാറുന്നു എന്നൊക്കെ നമ്മൾ തിയറി പറയുമെന്നല്ലാതെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു മാറ്റമൊന്നും സത്യത്തിൽ വന്നിട്ടില്ല. നമ്മൾ അതിനെ ഇപ്പോഴും ചീത്തയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആ ചീത്തയായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സാഹിത്യകൃതിയെ കുറിച്ച് നമുക്ക് ചില മുൻധാരണകളുമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു ചെറുപ്പക്കാരൻ നമ്മളോട് വന്നിട്ട് പറയുകയാണ്, സാറേ എൻ്റെ ഒരു നോവല് അടുത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ചെറുകഥ അടുത്ത് തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പബ്ലിഷ് ചെയ്യും എന്നൊരാള് നമ്മളോട് വന്ന് പറയുന്നു വിചാരിക്കുക. ഒരു ചെറുപ്പക്കാരൻ നമ്മളോട് വന്ന് പറഞ്ഞു വിചാരിക്കുക. നമ്മൾ അവനെ ഒന്ന് ബഹുമാനത്തോടെ നോക്കും. എന്നിട്ട് അവന്റെ പുറത്ത് തട്ടിയിട്ട്, നന്നായി കേട്ടോ, നിന്റെ സാഹിത്യ ജീവിതം ഇവിടെ ഭംഗിയായിട്ട് തുടങ്ങട്ടെ. എന്താണ് കാരണം? മാതൃഭൂമിയിൽ ആഴ്ചപ്പതിപ്പിലാണ് അത് വരുന്നത്, അല്ലെങ്കിൽ ഭാഷാഭൂഷണിയിലാണ് അത് വരുന്നത്. വേറൊരു ചെറുപ്പക്കാരൻ നമ്മുടെ അടുത്ത് വരുന്നു. ആ ചെറുപ്പക്കാരൻ നമ്മളോട് പറയുന്നു, എൻ്റെ ഒരു സാഹിത്യകൃതി, ഒരു ചെറുകഥ അടുത്ത് തന്നെ മംഗളത്തിൽ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ അവന്റെ മുഖത്തേക്ക് നോക്കും. ആ, നീ ഏതായാലും അടുത്ത കാനമീജയായിട്ട് മാറി കാശുണ്ടാക്കും എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ. അപ്പൊ ചുരുക്കത്തിൽ ഈ കൃതികൾ വായിക്കാതെ തന്നെ നമ്മൾ അതിനോട് നിലപാടെടുത്തിരിക്കുന്നു. നമ്മൾ വായിച്ചിട്ടില്ല, രണ്ടുപേരെയും നമുക്ക് ഒരു പരിചയവുമില്ല, കൃതികൾ നമ്മൾ വായിച്ചിട്ടുമില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ നിലപാടെടുത്തു കഴിഞ്ഞു. മാതൃഭൂമിയിലോ അല്ലെങ്കിൽ ഭാഷാഭൂഷണിയിലാണ് വന്നതെങ്കിൽ അത് ഒരു നല്ല സാഹിത്യത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും. വരേണ്യമായിട്ടുള്ള നമ്മുടെ സാഹിത്യ സങ്കല്പങ്ങൾക്ക് യോജിച്ച ഒരു കൃതിയായിരിക്കും. അത് മികച്ചതാവാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ ഈ സാഹിത്യകാരൻ നന്നാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മുൻധാരണകളും അവന് അനുകൂലമായിട്ട് കിട്ടുന്നു. നേരെ മറിച്ച് വേറൊരാൾ വന്നിട്ട് നമ്മളോട് പറയാണ് മംഗളത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടുത്ത സെറ്റ് ഓഫ് മുൻധാരണകൾ നമ്മൾ അവിടെ പ്രയോഗിക്കുകയായി. അത് മുഴുവൻ നെഗറ്റീവാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, വായിക്കുന്നതിന് മുമ്പ് തന്നെ കൃതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാഹിത്യകാരിയെക്കുറിച്ച് നമുക്ക് ഒരു ചിത്രം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അവനെ ഒരു പ്രത്യേക രീതിയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. പിന്നെ ആ പുസ്തകം അല്ലെങ്കിൽ ചെറുകഥ വായിച്ചാൽ എന്ത്, വായിച്ചില്ലെങ്കിൽ എന്ത്, വായിക്കുകയാണെങ്കിൽ തന്നെ അതിനെ കൺഫേം ചെയ്യുന്ന, നേരത്തെയുള്ള മുൻധാരണകളെ ശരിവെക്കുന്ന തരത്തിൽ നമ്മൾ അങ്ങ് വായിക്കും. നെഗറ്റീവായിട്ടുള്ള കൃതിയാണെന്നുള്ളത് കൊണ്ട്
മംഗളത്തിലാണ് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്നതും ആ രീതിയിൽ തന്നെയായിരിക്കും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വായന, രണ്ട് തരത്തിലുള്ള മുൻധാരണകളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇത് നമുക്കൊക്കെ അനുഭവം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ ഒരു മുൻധാരണയ്ക്ക് വാസ്തവത്തിൽ ഒരു ചരിത്രമുണ്ട്. അത് പെട്ടെന്ന് തുടങ്ങിയതൊന്നുമല്ല. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, നമ്മുടെ മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോവൽ പ്രസ്ഥാനം എന്ന് പറയുന്നത് പാശ്ചാത്യമായ വേരുകളിൽ നിന്ന് തുടങ്ങുന്നതാണ്. മലയാളത്തിൽ പണ്ട് നോവലുകൾ ഉണ്ടായിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നോവൽ എന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ടായി തുടങ്ങി. അതിന് പിറകിൽ പാശ്ചാത്യ നോവൽ പ്രസ്ഥാനത്തിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് ഇവിടെ ഉണ്ടായത്. ഒരു കൊളോണിയൽ സാഹിത്യ ജാനർ ഇവിടെ വന്നു. അത് അത്തരം കൃതികൾ ഇവിടെ ഉണ്ടായി തുടങ്ങി എന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കാൽപ്പനികതയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കാൽപ്പനികതയിലാണ് നമ്മുടെ കാൽപ്പനികതയുടെ വേരുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലെ ജനപ്രിയ സാഹിത്യത്തോടുള്ള നമ്മുടെ നിലപാടിനും ഇതുപോലൊരു കൊളോണിയൽ ചരിത്രമുണ്ട്. ആ കൊളോണിയൽ ചരിത്രം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ നിലപാടെടുത്തത് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനൊരു നിലപാടെടുക്കാൻ കാരണം? അതിന് കാരണം പാശ്ചാത്യ സാഹിത്യത്തിൽ ഇതുപോലൊരു നിലപാടിന്റെ ഒരു ചരിത്രമുണ്ട്. ആ നിലപാടിന്റെ ചരിത്രം ആരംഭിക്കുന്നത് വാസ്തവത്തിൽ മാത്യു ആർണോൾഡിൽ നിന്നാണ്. അഥവാ മാത്യു ആർണോൾഡാണ് അതിന്റെ ആദ്യത്തെ വക്താവ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം കൾച്ചർ ആൻഡ് അനാർക്കി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 1869 അത് എഴുതി പ്രസിദ്ധീകരിച്ചത്. 1867-68 കാലത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് എഴുതിയ ലേഖനങ്ങളുടെ ഒരു അവസാന ഒരു എന്താ പറയാ സമാഹാരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പുസ്തകമാണ് കൾച്ചർ ആൻഡ് അനാർക്കി എന്ന പുസ്തകം. അദ്ദേഹമാണ് ഈ ജനപ്രിയ സാഹിത്യത്തോടുള്ള നമ്മുടെ നിലപാടിന്റെയൊക്കെ തുടക്കക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു കാര്യം മനസ്സിലാക്കണം, ജനപ്രിയ സാഹിത്യത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ ഒന്നും പറയുന്നില്ല. എങ്കിലും ആ നിലപാട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അനാർക്കി എന്ന് പറയുന്ന വാക്ക്, ആ വാക്കിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് പോപ്പുലർ ലിറ്ററേച്ചർ ആയിട്ട് മാറുന്നത്. നമുക്കറിയാം, അനാർക്കി എന്ന് പറഞ്ഞാൽ എല്ലാം കുത്തഴിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ് അനാർക്കി. 19-ാം നൂറ്റാണ്ടിൽ മാത്യു ആർണോൾഡ് കാണുന്നത് ഇംഗ്ലണ്ടിന്റെ പൊതുജീവിതം എന്ന് പറയുന്നത് രണ്ടായി വിഭജിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ലണ്ടൻ പോലുള്ള വ്യാവസായിക നഗരങ്ങളിലൊക്കെ തന്നെ, ലണ്ടൻ ആയാലും ഗ്ലാസ്ഗോ ആയാലും മാഞ്ചസ്റ്റർ ആയാലും ഇത്തരം നഗരങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ജീവിതം, പൊതുജീവിതം ശരിക്കും രണ്ടായിട്ട് വിഭജിച്ച് കിടക്കുന്നു. ഒരു ഭാഗത്ത് വളരെ സംസ്കാര സമ്പന്നരായിട്ടുള്ള കുറെ ആളുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ലണ്ടൻ ഒക്കെ ആണെങ്കിൽ വെസ്റ്റ് ലണ്ടൻ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അത്തരം ആളുകളുടെ ജീവിതത്തിൽ വിജയം നേടിയ വിദ്യാഭ്യാസമുള്ള നാഗരികരായിട്ടുള്ള മനുഷ്യരുടെ ഒരു ലോകം. അതിന്റെ കിഴക്കൻ ഭാഗത്ത് ഈസ്റ്റ് ലണ്ടൻ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമാണ് ഈ നേരെ മറിച്ചാണ് അങ്ങേയറ്റം എന്താ പറയാ നമ്മൾ ഇൻവേർട്ടഡ് കോമാസ് സംസ്കാരമില്ലാത്ത മനുഷ്യരുടെ, അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ഞാൻ അതാണ് ഇൻവേർട്ടഡ് കോമാസ് എന്ന് പറഞ്ഞത്, ആ അത്തരം മനുഷ്യരുടെ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ ഒരു തമസ് നിറഞ്ഞ ഒരു ചിത്രം മറുഭാഗത്ത്. ഇങ്ങനെ രണ്ട് തരത്തിൽ രണ്ടായിട്ട് വിഭജിച്ച് കിടക്കുന്ന ജനജീവിതം എന്ന് മാത്രമല്ല, ഈ സംസ്കാരമുള്ള ആളുകളുടെ ഇടയിൽ സംസ്കാരമില്ലാത്ത ആളുകളും വരില്ല, മറിച്ചും വരില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഈ ജാതി വ്യവസ്ഥ കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജീവിതം ഇങ്ങനെ പലതായിട്ട് വിഭജിച്ച് കിടന്നു എന്നൊക്കെ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ടല്ലോ. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത്. തൊട്ടുകൂടായ്മ ഇല്ല എന്ന് പറയാം, പക്ഷെ തൊടാനുള്ള അവസരമില്ല. കാരണം രണ്ടുപേരും രണ്ട് തരത്തിൽ ഒരു ജില്ലയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ അതൊരു ഒരു തരത്തിൽ തൊട്ടുകൂടായ്മ തന്നെയായിരുന്നു. ഖെറ്റോ ലിവിങ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ജില്ല മുഴുവൻ ഒരു വിഭാഗക്കാർക്കുണ്ട്, വേറൊരു ജില്ല മുഴുവൻ മറുവിഭാഗക്കാർക്കുമുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ച് കിടക്കുന്ന അവസ്ഥ മാത്യു ആർണോൾഡ് മനസ്സിലാക്കി. ഈ അനാർക്കിയുടെ പ്രതീകങ്ങളായ ആ തൊഴിലാളി വർഗം, അവരെയാണ്, തൊഴിലാളി വർഗത്തിന്റെ ലോകമാണ് ഈ ഈസ്റ്റ് ലണ്ടനിലെ ലോകം. തൊഴിലാളി വർഗം, പിടിച്ചുപറിക്കാര്, എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്ന ആ ഈസ്റ്റ് ലണ്ടനിലെ ജീവിതം കാലക്രമേണ പതുക്കെ പതുക്കെ മൊത്തം ഇംഗ്ലണ്ടിന്റെ ജീവിതത്തെ വിഴുങ്ങുകയാണ്. അതായത് നാഗരികരും സംസ്കാര സമ്പന്നരുമായിട്ടുള്ള ആളുകളുടെ സംസ്കാരത്തെ തകർത്തുകൊണ്ട് നാഗരികരല്ലാത്ത ഇവർ വന്ന് നമ്മളെ കീഴടക്കാൻ പോവുകയാണ് എന്ന ഒരു ഭയത്തിൽ നിന്നാണ് മാത്യു ആർണോൾഡ് തന്റെ പുസ്തകമായ കൾച്ചർ ആൻഡ് അനാർക്കി പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ
അഭിപ്രായത്തിൽ കൾച്ചർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ സംസ്കാരം എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉദാത്തമായ ചിന്തകളുടെയും ഏറ്റവും ഉദാത്തമായ സൗന്ദര്യബോധത്തിന്റെയും ആകെത്തുകയായിട്ടാണ് അദ്ദേഹം ഈ കൾച്ചർ എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഏറ്റവും ഉദാത്തമായ ചിന്തകൾ, ഏറ്റവും ഉദാത്തമായ സദാചാരബോധം, ഏറ്റവും ഉദാത്തമായ സൗന്ദര്യബോധം, ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ വാല്യൂ സിസ്റ്റം, നമ്മുടെ ധാർമ്മിക ബോധം, ധാർമ്മിക മൂല്യങ്ങൾ, ഇതെല്ലാം ചേർന്ന്, അപ്പൊ സൗന്ദര്യബോധവും ധാർമ്മിക ബോധവും ഒന്നിച്ചു ചേർന്നുള്ള ഒരു കൂട്ടമായിട്ടാണ് അദ്ദേഹം കൾച്ചർ എന്ന വാക്കിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ഒരിക്കലും തന്നെ ഈ ഫ്യൂഡൽ കൾച്ചർ എന്നോ അല്ലെങ്കിൽ മുതലാളിമാരുടെ കൾച്ചർ എന്നോ അദ്ദേഹം പറയുന്നില്ല. സമൂഹത്തിലെ ഇത്തരം ഇന്ന് നടക്കുന്ന, അതായത് 1869 അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് തൊഴിലാളി വർഗത്തിന്റെ കൾച്ചർ എന്ന് പറയുന്നത്, അഥവാ അതിന്റെ അനാർക്കി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ സംസ്കാരങ്ങളെയും വിഴുങ്ങുന്നു. എന്നാൽ മധ്യവർഗവും അതുപോലെ തന്നെ മുതലാളി വർഗമോ അല്ലെങ്കിൽ ഫ്യൂഡൽ വർഗമോ അവരും ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല, അവരും ഉറങ്ങുകയാണ്. അപ്പൊ മൊത്തം ഉറക്കത്തിന്റെ ഒരു അവസ്ഥ ഇവിടെ സദാചാര വിരുദ്ധരായ താമസന്മാരുടെ ആക്രമണം തുടങ്ങും. ഇങ്ങനെ ഒരവസ്ഥയിലാണ് കൾച്ചർ ആൻഡ് അനാർക്കി എന്ന ഒരു അദ്ദേഹം പുസ്തകം എഴുതുന്നത്. അതിൽ അദ്ദേഹം കൊടുക്കുന്ന കൾച്ചറിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ഇതാണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ കൾച്ചർ എന്ന് പറയുന്നത് വളരെ മൈനോറിറ്റി മാത്രം സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ കൾച്ചറിലാണ് നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ. അത് വളരെ ശരിയായിട്ടുള്ളൊരു ഒരു ആർഗ്യുമെന്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അതില് അദ്ദേഹം പ്രത്യക്ഷമായിട്ട് ഒരു ക്ലാസിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നില്ല. ഇന്ന ക്ലാസിന്റെ ജീവിതമാണ് ശരി എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മിനോറിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, അല്ലാതെ ഒരു ഫ്യൂഡലിസ്റ്റുകൾ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ പറഞ്ഞു വരുന്ന സമയത്ത് അദ്ദേഹം പതുക്കെ ആ ഫ്യൂഡൽ മൂല്യങ്ങൾ ഇന്ന് ആചരിക്കുന്ന ഫ്യൂഡലിസ്റ്റുകളുടെയും പഴയ പ്രഭുവർഗത്തിന്റെയും വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളുടെയും ജീവിതം തന്നെയാണ് ശരിയെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നുമുണ്ട്. അപ്പൊ ഫലത്തിൽ അതൊരു എന്താ പറയാ, പ്രഭുവർഗത്തിന്റെ ജീവിതത്തെ പതുക്കെ ഒന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഈ തൊഴിലാളി വർഗത്തിന്റെ കൾച്ചറിനെ അദ്ദേഹം എതിർത്തത്. അതാണ് അദ്ദേഹത്തിന്റെ അപ്പൊ തുടക്കത്തിൽ തന്നെ ഈ അനാർക്കി എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നു. ഈ അനാർക്കിയുടെ പ്രതീകങ്ങളായിട്ട് അവിടെയുള്ളത് തൊഴിലാളി വർഗമാണ്. അപ്പൊ അവിടെ അദ്ദേഹം പോപ്പുലർ കൾച്ചർ, ജനപ്രിയ സാഹിത്യത്തെക്കുറിച്ചോ ജനപ്രിയ സംസ്കാരത്തെക്കുറിച്ചോ ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷെ അനാർക്കിയെ കുറിച്ച് പറയുന്നുമുണ്ട്. ഈ അനാർക്കിയുടെ തുടർച്ച, അനാർക്കിയെക്കുറിച്ചുള്ള വിഹുലമായ ചിന്തകളുടെ തുടർച്ച പിന്നെ സംഭവിക്കുന്നത് F.R. ലീവിസ് എന്ന് പറയുന്ന പ്രശസ്തനായ ചിന്തകന്റെ ഒരു പുസ്തകത്തിലാണ്. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിന്റെ പേര് ദ കോമൺ പെർസ്യൂട്ട് എന്നൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹം എഴുതുകയുണ്ടായി. അദ്ദേഹം പോപ്പുലർ കൾച്ചർ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാലമാകുമ്പോഴേക്കും 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞു, 20-ാം നൂറ്റാണ്ടായി കഴിഞ്ഞു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണ് F.R. ലീവിസ്. F.R. ലീവിസിന്റെ പുസ്തകം എഴുതാൻ, ഇത് കോമൺ പെർസ്യൂട്ട് എന്നുള്ള പുസ്തകം എഴുതാൻ കുറച്ച് വൈകി, 1952 വരെ വൈകി. പക്ഷെ അതിന്റെ അദ്ദേഹം അവതരിപ്പിച്ച ചിന്തകളൊക്കെ അതിനു മുമ്പേ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലമാവുമ്പോഴേക്കും അവിടെ തൊഴിലാളി വർഗം എന്നതിന് പകരം അതിനേക്കാൾ വേണമെങ്കിൽ ശക്തമായ ഒരു മിഡിൽ ക്ലാസ് കൂടി അവിടെ ഇംഗ്ലണ്ടിൽ ഉണ്ടാവുകയുണ്ടായി. കാൾ മാർക്സിന്റെ ഒക്കെ ഒരു ചിന്തയിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഈ തൊഴിലാളി വർഗത്തിലോ അല്ലെങ്കിൽ മുതലാളി വർഗത്തിലോ വിലയിക്കുന്ന ഒരു ചെറിയ വർഗം മാത്രമാണ്. ഒരു അന്തിമ വിപ്ലവം ഉണ്ടാവുന്ന സമയത്ത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗം, മാർക്സ് പറയുന്നു, ഇറ്റ് വിൽ ജോയിൻ ഈദർ ദി റൂളിംഗ് ക്ലാസ് ഓർ ഇറ്റ് വിൽ ജോയിൻ ദി പ്രോളറ്ററേറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് മധ്യവർഗത്തിന് ഒരു സ്ഥായിയായിട്ടുള്ള സ്ഥാനമൊന്നും കാൾ മാർക്സ് കൊടുക്കുന്നില്ല. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ മധ്യവർഗം വികസിച്ചു വന്നു. ഈ മധ്യവർഗം അതിൻ്റെതായിട്ടൊരു സംസ്കാരം ഉണ്ടാക്കുകയും ചെയ്തു. ആ സംസ്കാരമാണ് ഇപ്പോൾ പുതുതായി ഇംഗ്ലണ്ടിലെ ഓരോ സംസ്കാരത്തിന്റെ പഴയ ഈടുവെപ്പുകളെ തകർത്തുകൊണ്ട് വരുന്നത്. അതായത് പണ്ടത്തെ പോലെ അനാർക്കി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പുതിയൊരു തരത്തിലുള്ള സംസ്കാരം, അതാണ് ജനപ്രിയ സംസ്കാരം. ആ ജനപ്രിയ സംസ്കാരത്തോടുള്ള F.R. ലീവിസിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? അത് കൾച്ചർ ആൻഡ് അനാർക്കിയിൽ അനാർക്കിയോടുള്ള മാത്യു ആർണോൾഡിന്റെ ആറ്റിറ്റ്യൂഡിന്റെ ഏകദേശം തുടർച്ചയാണെന്ന് പറയാം. ഞാൻ ഏകദേശം എന്നേ പറയുന്നുള്ളൂ, കാരണം വളരെ കൃത്യമായിട്ട് വായിച്ചാൽ കുറെ വ്യത്യാസങ്ങളും അവരുടെ തമ്മിലുള്ള
അഭിപ്രായങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും F.R. ലെവിസ് കണ്ട അനാർക്കി അല്ല, മിഡിൽ ക്ലാസിന്റെ കൾച്ചറാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ ജനപ്രിയ സംസ്കാരമൊക്കെ അതിലാണ് വരുന്നത്, മ്യൂസിക് ഒക്കെ വരുന്നുണ്ട്, ലിറ്ററേച്ചറും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ മാത്യു ആർണോൾഡിന്റെ ആ വിഖുലമായിട്ടുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ഭയം, ആ ഭയം F.R. ലെവിസിന് ഈ പുതിയ സംസ്കാരത്തോട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാത്യു ആർണോൾഡാണ് ഈ ഭയമൊക്കെ തുടങ്ങി വെച്ചത്. ഈവൻ ദോ he didn't specifically speak about popular culture, here was F.R. Lewis who took the ideas of Matthew Arnold on anarchy and he was speaking on that എന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും F.R. ലെവിസ് ഒറ്റയ്ക്കായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെ വേറെയും കുറച്ച് വിമർശകരുണ്ടായിരുന്നു. പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ, ക്യൂഡി ലീവിസ് എന്ന് പറയും, അദ്ദേഹം ക്വീനി ലീവിസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെയാണ് F.R. ലെവിസ് കല്യാണം കഴിച്ചത്. അവരും വളരെ വളരെ സ്ട്രോങ് ആയിട്ട് F.R. ലെവിസിന്റെ കൂടെ നിന്ന് ഇതേ ആശയം തന്നെ പ്രചരിപ്പിച്ചു. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ ഇന്ന് മാത്രമല്ല, F.R. ലെവിസിന്റെ ഈ ഒരു കാര്യത്തിൽ F.R. ലെവിസിന്റെ കൂടെ നിന്ന മറ്റൊരാൾ T.S. എലിയറ്റ് ആണ്. T.S. എലിയറ്റ് എന്ന് പറഞ്ഞ പ്രശസ്തനായ കവിയും സാഹിത്യ വിമർശകനുമായ ആള്. അദ്ദേഹം പൊതുവെ ഒരു എലീറ്റിസ്റ്റ് പൊസിഷനാണ് ഇക്കാര്യത്തിലൊക്കെ എടുത്തത്. അതായത് ജനപ്രിയ സംസ്കാരത്തോടും ഒന്നും അദ്ദേഹം അത്ര നല്ല അഭിപ്രായത്തിലായിരുന്നില്ല. അതൊരു കൾച്ചറിനെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് കാണുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ഈ ഹൈ കൾച്ചറിലുള്ള ഇന്റലക്ച്വൽ ഡെപ്തോ അല്ലെങ്കിൽ അതിലുള്ള സർഗാത്മകതയുടെ സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ഈ പോപ്പുലർ കൾച്ചറിൽ ഉണ്ടാവില്ല. അവിടെ സർഗാത്മകതയുടെ സ്വാതന്ത്ര്യത്തിന് പകരം നിരവധി ഒരേ തരത്തിലുള്ള വാർപ്പ് മാതൃകകളുടെ ആവർത്തനമാണ് വാസ്തവത്തിൽ പോപ്പുലർ കൾച്ചറിൽ കാണുക എന്നൊക്കെ F.R. ലെവിസ് പറയുകയുണ്ടായി. അത് ആ അഭിപ്രായം എന്ന് പറയുന്നത് മാത്യു ആർണോൾഡിന്റെ തുടർച്ചയായിട്ട് അനാർക്കിയോടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് തുടർച്ചയായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഇതിനെതിരെ ഉന്നയിക്കേണ്ടിയിരുന്നത് ലെഫ്റ്റിസ്റ്റുകളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ലെഫ്റ്റിസ്റ്റുകൾ ഈ F.R. ലെവിസിന്റെ അഭിപ്രായത്തെ കൂടി മറികടന്നുകൊണ്ട് കൂടുതൽ ചീത്ത പറയാനുണ്ടായത്. പ്രധാനപ്പെട്ട ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള യൂറോപ്യൻ മാർക്സിസത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തിയോഡോർ അഡോണോയുടെ മിനിമ മൊറാലിയ എന്ന കൃതിയില് ഈ കാര്യത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മിനിമ മൊറാലിയയിൽ മാത്രമല്ല, അതുപോലെയുള്ള മറ്റ് കൃതികളിലും അദ്ദേഹം വളരെ ശക്തമായിട്ട് പോപ്പുലർ കൾച്ചറിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇന്ന്, അതായത് തിയോഡോർ അഡോണോ പറയുന്നത് കൾച്ചർ അല്ല ഇന്നുള്ളത്, മറിച്ച് ഒരു കൾച്ചർ ഇൻഡസ്ട്രിയാണുള്ളത്. കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ സംസ്കാരത്തിന്റെ പ്രോഡക്ട്സിനെ ഉണ്ടാക്കുന്ന ഒരു കൾച്ചർ ഇൻഡസ്ട്രി. ആ കൾച്ചർ ഇൻഡസ്ട്രി ഒരു വ്യക്തിയുടെ പ്രോഡക്റ്റ് അല്ല, മറിച്ച് ഒരു വ്യവസ്ഥിതിയുടെ പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. കൊമേഴ്സ്യലൈസേഷനാണ് അതിന്റെ പ്രധാനപ്പെട്ട വിജയമന്ത്രം. ഈ കൊമേഴ്സ്യലൈസേഷനിലൂടെയാണ് ഈ കൾച്ചർ വ്യാപരിക്കുന്നത്. മറ്റൊരു കാര്യം സ്റ്റാൻഡേർഡൈസേഷൻ, അതായത് എന്ത് വായിക്കണം, ഏത് തരത്തിൽ വായിക്കണം, ഏത് തരത്തിൽ പ്രതികരണം നടത്തണം എന്നൊക്കെ ഒരു ഫോർമുല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫോർമുല അനുസരിച്ചാണ് സംസ്കാരത്തിന്റെ എല്ലാം ഇവിടെ വരുന്നത്. ഏത് സാഹിത്യകൃതിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് സംഗീത രൂപമാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. ഇത് ഇത്ര ഇന്ന രീതിയിലാണ് ഇക്കാലത്ത് കാര്യങ്ങൾ നോവൽ എഴുതേണ്ടത് എന്ന സ്റ്റാൻഡേർഡൈസ്ഡ് രൂപത്തിലാണ് ഈ ജനപ്രിയ നോവലുകളൊക്കെ വരുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാസ് മാനിപ്പുലേഷൻ നടക്കുന്നു, നമ്മുടെ മനസ്സുകളെ അത് കീഴടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഫാൾസ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നു എന്ന ഒരു വിമർശനം കൂടിയുണ്ട്. ഈ ഫാൾസ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാർക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അദ്ദേഹം ഹെഡോണോ ബിലീവ് ദാറ്റ് ഈ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് ഫാൾസ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്ന ഉപരിവർഗത്തിന്റെ ഒരു കാര്യമാണ്. കാൾ മാർക്സ് പറയുന്ന ഒരു കാര്യമാണ്. കാൾ മാർക്സ് തന്റെ പ്രധാനപ്പെട്ട ഒരു തിയറി ആയിട്ടുള്ള പ്രത്യയശാസ്ത്രം എന്നൊരു വാക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമ്മുടെ കാഴ്ചകൾ നേർക്കാഴ്ചയല്ല കിട്ടുന്നത്, തലതിരിഞ്ഞ കാഴ്ചയാണ് കിട്ടുന്നത്. ഉപരിവർഗത്തിന്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നമ്മുടെ കോൺഷ്യസ്നെസ് തല തിരിഞ്ഞു പോകുന്നു. അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന കാഴ്ച എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന കാഴ്ചയല്ല, ഉപരിവർഗം നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. തലതിരിഞ്ഞ കാഴ്ച, ക്യാമറ ഒബ്സ്ക്യൂറ എന്ന വാക്കാണ് കാൾ മാർക്സ് ഉപയോഗിച്ചത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ തിയറി അഡോണോ തന്റെ പ്രധാനപ്പെട്ട പുസ്തകമായ മിനിമ മൊറാലിയ എന്ന പുസ്തകത്തിലും പറയുന്നത്. മാക്സിമ മൊറാലിയ എന്നൊരു പുസ്തകം വേറെയുണ്ട്, അത് അരിസ്റ്റോട്ടലിന്റെയാണ്. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ എടുത്തിട്ടാണ് അഡോണോ ഈ പുസ്തകം എഴുതിയത്.
എന്തായാലും ഹോമോജിനൈസേഷൻ, കമോഡിഫിക്കേഷൻ, മാനിപ്പുലേഷൻ, ഫാൾസ് കോൺഷ്യസ്നെസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇത് ശരിയല്ലാത്ത ഒരു സാധനമാണ് പോപ്പുലർ കൾച്ചറും പോപ്പുലർ ലിറ്ററേച്ചറും എന്ന് അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ വിശ്വസിച്ചു. അതുപോലെ തന്നെ മറ്റൊരാളാണ് റിച്ചർഡ് ഹോഗർട്ട്. അദ്ദേഹത്തിന്റെ യൂസസ് ഓഫ് ലിറ്ററസി എന്നൊരു പുസ്തകമുണ്ട്. റിച്ചർഡ് ഹോഗർട്ട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്, ബ്രിട്ടനിൽ പോസ്റ്റ് വാർ ക്രിട്ടിക്കാണ് അദ്ദേഹം. നേരെ മറിച്ച് തിയഡോർ അഡോണോ എന്ന് പറയുന്നത് ജർമ്മൻ ക്രിട്ടിക്കാണ്. അദ്ദേഹം യൂറോപ്യൻ മാർക്സിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താവാണ്. റിച്ചർഡ് ഹോഗർട്ട് എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്സിസത്തിന്റെ വക്താവാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഇടതുപക്ഷ ചിന്തകനെന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹവും ഏകദേശം ഇതുപോലെ തന്നെയാണ് കാര്യങ്ങളെ കണ്ടത്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് നടത്തുന്ന പ്രൊഡക്ഷൻ അല്ല ഇന്ന് വരുന്നത്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു കുറച്ചുകൂടി. ജനങ്ങൾ, അദ്ദേഹം ഈ FR ലീവിസിനെ പോലെയോ അല്ലെങ്കിൽ മാത്യു ആർണൾഡിനെ പോലെയോ ഈ തൊഴിലാളി വർഗത്തിന്റെ സംസ്കാരം ചീത്തയാണെന്ന് പറയുന്നില്ല. തൊഴിലാളി വർഗത്തിന്റെ സംസ്കാരമൊക്കെ നല്ലതാണ്, പക്ഷെ അത് പണ്ടുണ്ടായിരുന്ന സംസ്കാരമാണ് എന്നാണ് റിച്ചർഡ് ഹോഗർട്ട് പറയുന്നത്. നേരെ മറിച്ച് പുതിയ കാലത്ത് തൊഴിലാളി വർഗം പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപരിവർഗത്തിന്റെ, അതായത് വ്യാവസായിക നാഗരികതയുടെ പ്രധാനപ്പെട്ട ആളുകളായ മുതലാളിമാരുടെ ഒരു കൾച്ചർ പുനഃസൃഷ്ടിക്കുന്ന തരത്തിലുള്ള കൃതികളാണ് ഇന്ന് വരുന്നത്. അതിന്റെ അത്തരം സാഹിത്യ കൃതികളും സംഗീത കൃതികളും ചിത്രവും ഒക്കെയാണ് ഇന്ന് വരുന്നത്. അത് ഒരിക്കലും തന്നെ അവരുടെ സ്വന്തം കൃതിയല്ല, മറിച്ച് അത് ഉപരിവർഗത്തിന്റെ കോൺഷ്യസ്നെസ് സ്വീകരിച്ച തൊഴിലാളി വർഗം അത് എന്താ പറയാ ഈ ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് രീതിയിൽ ഉണ്ടാക്കുന്ന കൃതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നു, നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൾച്ചർ, തൊഴിലാളി വർഗത്തിന്റെ യഥാർത്ഥ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഫോക്ക് കൾച്ചർ എന്നൊക്കെ പറയട്ടെ, ആ ഒരു ഫോക്ക് കൾച്ചർ ഇങ്ങനെയായിരുന്നില്ല, അത് കുറെ കൂടി ഭേദമായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നു റിച്ചർഡ് ഹോഗർട്ട്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്യു ആർണൾഡ്, അതിനുശേഷം പറഞ്ഞ FR ലീവിസ്, QD ലീവിസ്, TS എലിയറ്റ്, അങ്ങനത്തെ ഒരു നിര വിമർശകർ ഇവിടെ കടുത്ത രീതിയിൽ പോപ്പുലർ കൾച്ചറിനെ വിമർശിക്കുന്നു. അവരെ എതിർക്കേണ്ടിയിരുന്ന ലെഫ്റ്റിസ്റ്റുകൾ മറ്റൊരു രീതിയിൽ പോപ്പുലർ കൾച്ചറിനെ എതിർക്കുന്നു. അത് ഈ മാസ് പ്രൊഡക്ഷന്റെ ഒക്കെ കാര്യത്തിലാണ് വളരെ ദേഷ്യം പിടിച്ചിട്ട് ഹോഗാർട്ടും മറ്റൊക്കെ എഴുതിയിട്ട്. ഹോഗാർട്ടിന്റെ പുസ്തകത്തിൽ ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്, വളരെ തമാശയാണ്. ജൂക്ക് ബോക്സ് ബോയ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജൂക്ക് ബോക്സ് ബോയ്, അതായത് അക്കാലത്ത് ഇംഗ്ലണ്ടില്, ഈ പ്രത്യേകിച്ച് ലണ്ടൻ പോലുള്ള നഗരത്തിലൊക്കെ ഒരു യന്ത്രം ഉണ്ടായിരിക്കും, ജൂക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു യന്ത്രം. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ജൂക്ക് ബോക്സ് കാണുന്നുണ്ട്, അതേ സാധനം തന്നെയാണിത്. ഇതൊരു യന്ത്രമാണ്. ആ യന്ത്രത്തിൽ നമ്മൾ പൈസ ഇട്ട് കൊടുത്താൽ പാട്ട് കേൾക്കാൻ പറ്റും. ഇത്തരം യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത് പ്രധാനപ്പെട്ട മിൽക്ക് പാർലറിൽ അല്ലെങ്കിൽ അതുപോലുള്ള പൊതുസ്ഥലങ്ങളിലാണ് സ്ഥാപിക്കുക. അപ്പോൾ ഒരു ജൂക്ക് ബോക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി, ഒരു ആൺകുട്ടി, ഒരു 10-18 വയസ്സിൽ ഒരു ആൺകുട്ടി വന്നിട്ട് ഈ യന്ത്രത്തിൽ കാശിടുന്നു. കാശിട്ടിട്ട് മോശം പാട്ടാണ് കേൾക്കുന്നത്. അടുത്ത് വീണ്ടും കാശിട്ടുന്നു, വീണ്ടും മോശം പാട്ട് കേൾക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ഭയങ്കര ദേഷ്യത്തിൽ എഴുതിയിട്ട് റിച്ചർഡ് ഹോഗർട്ട്, ഇതാണ് പുതിയ എന്താ പറയാ യുവതലമുറയുടെ പാട്ട് സംസ്കാരം. നല്ല പാട്ടൊന്നും കേൾക്കാതെ അന്ധമായിട്ട് ചെവി അടച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ടും വെറുതെ പണം ചെലവാക്കി വെറും ശബ്ദമാലിന്യത്തിന്റെ കൺസ്യൂമർ ആവുകയാണ് എന്ന മട്ടിൽ അദ്ദേഹം ജൂക്ക് ബോക്സ് ബോയ്സിനെ മുഴുവൻ, അതായത് പുതിയ യുവതലമുറയൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോ ഒരു കാരണവരുടെയൊക്കെ ഒരു നിലപാടാണ് ഇതിലുണ്ട്. നമ്മുടെ ഈ കോളേജ് പിള്ളേരെയൊക്കെ കളിയാക്കുന്ന അല്ലെങ്കിൽ ചീത്ത പറയുന്ന ഒരു കാരണവരുണ്ടല്ലോ, ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ലെഫ്റ്റിസ്റ്റ് ക്രിട്ടിക്കായ റിച്ചർഡ് ഹോഗർട്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യൂസസ് ഓഫ് ലിറ്ററസി എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ് അദ്ദേഹം എടുക്കുന്നത്. പക്ഷെ അതിന് സ്റ്റുവർട്ട് അദ്ദേഹത്തിന്റെ മുമ്പേ പറയുന്ന FR ലീവിസിന്റെ ഒക്കെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ക്ലാസിന്റെ ഒരു യുദ്ധം, ഉപരിവർഗം എന്ന് പറയുന്ന മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള ഒരു യുദ്ധത്തിലും മുതലാളി വർഗം തൊഴിലാളി വർഗത്തിന്റെ ബോധത്തെ, കോൺഷ്യസ്നെസ്സിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ ചീത്തയായി പോയത് എന്നാണ് ഇവിടെ റിച്ചർഡ് ഹോഗർട്ടും പ്രധാനപ്പെട്ട ലെഫ്റ്റിസ്റ്റ് ക്രിട്ടിക്കുകളൊക്കെ ഈ മാർക്സിന്റെ തിയറി അപ്ലൈ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. നേരെ മറിച്ച് FR ലീവിസ് അങ്ങനെ പറയുന്നില്ല. മൊത്തം ഡിക്കേഡൻസ് വന്നു കഴിഞ്ഞു സൊസൈറ്റിയിലെ എന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. എന്തായാലും ഇപ്പൊ ഇത്രയും ആയപ്പോൾ തന്നെ നമ്മുടെ ഒരു നിലപാട് അവിടെ വളരെ സോളിഡ്. ഞാൻ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല, ഇതുപോലെ ഫ്രെഡറിക് ജെയിംസിനും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവെ ചീത്ത പറയുന്ന കാര്യത്തിൽ ആരും അത്ര മോശമായിരുന്നില്ല. ഫ്രെഡറിക് ജെയിംസിനും ഇതുപോലെ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഫ്രെഡറിക് ജെയിംസൺ ആൻഡി വാർഹോളിന്റെ ചിത്രങ്ങളെയൊക്കെ ചീത്ത പറയുന്നത് കേട്ടാൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. ആൻഡി വാർഹോളിന്റെ ചിത്രം, ഈ അഡ്വർടൈസ്മെന്റ് കൾച്ചറിന് വന്ന ആളാണ് ആൻഡി വാർഹോൾ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ കുറിച്ച്
ഫ്രെഡറിക് ജെയിംസൺ ഇതേപോലെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഈ പുതിയ തരത്തിലുള്ള കലകളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആർട്ടിനെ സ്വീകരിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. കൊമേഴ്സ്യലിസം എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായിട്ടുള്ള അപകടം പിടിച്ച സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല സംസ്കാരം ഒന്നും ഉണ്ടാവുന്നില്ല. ആ സംസ്കാര രാഹിത്യമാണ് ഇന്ന് നമ്മളെയൊക്കെ പിടികൂടിയിട്ടുള്ളത് എന്ന് നമ്മൾ ഇന്ന് കേരളത്തിൽ കേൾക്കുന്ന അതേ വിമർശനം തന്നെയാണ്. നമ്മൾ TV സീരിയൽ കാണുന്ന സമയത്തും ജനപ്രിയ സിനിമ കാണുന്ന സമയത്തും പൈങ്കിളി നോവലുകൾ വായിക്കുന്ന സമയത്തും പൊതുവെ കേൾക്കുന്ന ഒരു വിമർശനമുണ്ടല്ലോ, ഇതൊക്കെ ഒരു ഉപരിവർഗത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബോധത്തെ കീഴടക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മളിവിടെ കേരളത്തിലൊക്കെ കേൾക്കുന്ന അതേ വിമർശനത്തിന്റെ തുടക്കം എന്ന് പറയുന്നതാണ് ഇംഗ്ലണ്ടിൽ യൂറോപ്പിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ചിന്തയ്ക്ക് ഒരല്പം വ്യത്യാസം വരുത്തിയ രണ്ട് ചിന്തകന്മാർ, എനിക്കിഷ്ടപ്പെട്ട രണ്ട് ചിന്തകന്മാർ ഇതിനെ ഞാൻ പറയട്ടെ. ഒന്ന് റെയ്മണ്ട് വില്യംസ്, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു മാർക്സിസ്റ്റ് ചിന്തകൻ തന്നെയാണ്, പക്ഷേ ഒഫീഷ്യൽ മാർക്സിസ്റ്റ് ചിന്തകനൊന്നുമല്ല. മറ്റൊരാള് സ്റ്റുവർട്ട് ഹാള്. ഈ രണ്ട്, അദ്ദേഹം മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റും കൾച്ചറൽ തിയറിസ്റ്റും ആയിരുന്നു, പക്ഷെ അദ്ദേഹവും ഒഫീഷ്യൽ മാർക്സിസ്റ്റ് അല്ല. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞാൽ സ്റ്റുവർട്ട് ഹാളാണ്. ആസ് ഫാർ ആസ് ഈ കൾച്ചറിനെ കുറിച്ചല്ല, പോപ്പുലർ കൾച്ചറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അദ്ദേഹം പറയുന്നു മാർക്സിന്റെ ഐഡിയ അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നു. മാർക്സ് പറഞ്ഞത് എന്താണ്? ഉപരിവർഗത്തിന്റെ മൂല്യബോധം നമ്മളെ കീഴടക്കിയ നമ്മളുടെ മൂല്യബോധം അല്ലാതാക്കി മാറ്റും എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഭാഗം അദ്ദേഹം പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോസസ് ഉണ്ട്, ഇറ്റ് ഈസ് കോൾഡ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മോഡൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സംസ്കാരം ഉപരിവർഗമായാലും ആരായാലും മറ്റൊരാൾക്ക് നൽകുന്നത് അതൊരു ഒരു പ്ലേറ്റിൽ വെച്ച് അങ്ങ് നൽകുകയല്ല, മറിച്ച് ഒരു കോഡഡ് ലാംഗ്വേജിലാണ് അത് ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്നത്. ഒരു സാഹിത്യകൃതി ആയാലും മറ്റെന്ത് കൃതി ആയാലും അതിലൊരു കോഡുണ്ട്. കോഡ് എന്ന് വെച്ചാൽ ഇതിലെ കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചൊരു മുൻധാരണ. ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞാലല്ലേ നമുക്ക് ഫുട്ബോൾ മാച്ച് മനസ്സിലാവുകയുള്ളൂ. ഒരു കഥകളി നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കഥകളിയുടെ മുദ്രകളും അതിന്റെ ഒരു ഭാഷയും ഒരു പ്രത്യേക കോഡാണല്ലോ. ആ കോഡ് മനസ്സിലാക്കാതെ നമ്മൾ കഥകളി കണ്ടാൽ എന്താ അവസ്ഥ? നമുക്കത് മനസ്സിലാവുകയില്ല. ഈ കഥ അറിയാതെ ആട്ടം കാണുക എന്നുള്ള ഒരു ഫ്രേസ് തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. അത് കഥകളിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഫുട്ബോളിന്റെ കാര്യത്തിലും ക്രിക്കറ്റിന്റെ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ക്രിക്കറ്റിന്റെ നിയമങ്ങൾ അറിയാതെ, ക്രിക്കറ്റിനെ കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാതെ ആദ്യമായിട്ട് ക്രിക്കറ്റ് കാണുന്ന സമയത്ത് അതൊരു കളിയാണെന്നേ തോന്നില്ല. കാരണം ഈ 13 ആൾക്കാർ ഒരുമിച്ച് ഒരു സമയത്ത് 13 ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്നു. ഇതിൽ 11 പേര് ഒരു ടീമിലും 2 ബാറ്റ്സ്മാൻമാർ വേറൊരു ടീമിലുമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നിയമാവലികളും ഇതിന്റെ ഓരോ പൊസിഷനുള്ള വാല്യൂവിനും ഒക്കെ മനസ്സിലാക്കിയാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ ജനപ്രിയ സാഹിത്യത്തിനായാലും ഏതിനായാലും ഒരു കോഡിലാണ്, ഒരു ചിഹ്ന വ്യവസ്ഥയായിട്ടാണ് നമുക്കത് നൽകുന്നത്, അല്ലാതെ ചിഹ്ന വ്യവസ്ഥയല്ലാതെ നേരിട്ട് തരുന്നില്ല. കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഓൾവേസ് ത്രൂ സയൻസ്. കോഡ് എന്നുള്ള വാക്കാണ് ഇവിടെ എൻകോഡിങ് എന്നുള്ള വാക്ക്. അപ്പൊ എൻകോഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എൻകോഡ് ചെയ്യുന്ന സമയത്ത് അതില് മൂല്യബോധങ്ങളൊക്കെ ഉണ്ട്, ഉപരിവർഗത്തിന്റെ മൂല്യബോധങ്ങളൊക്കെ ഉണ്ട്, സത്യമാണ്. അത് സ്റ്റുവർട്ട് ഹാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്ന സമയത്തോ അതിപ്പോ ഡീകോഡിംഗ് ആണ് വരുന്നത്. ഈ ഡീകോഡിംഗ് എന്ന് പറയുന്നത് എൻകോഡിങ്ങിന്റെ അതേ നിയമാവലികളൊന്നും വെച്ചിട്ടല്ല. ഈ ഡീകോഡ് ചെയ്യുന്നത് ഓരോരുത്തരും അവനവന്റെ ജീവിത വ്യവസ്ഥ അനുസരിച്ചാണ് എൻകോഡ് ചെയ്യുന്നത് എന്നാണ്, ഡീകോഡ് ചെയ്യുന്നത് എന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. അതായത് ഒരു സാഹിത്യകൃതി നമ്മളുടെ അടുത്ത് കിട്ടുന്ന സമയത്ത് അതിന്റെ മാനുഫാക്ചറിങ് പോയിന്റിൽ അതിൽ എന്ത് നിയമാവലികളും അതിൽ എന്ത് മൂല്യബോധവും കൊടുത്തിട്ടുണ്ടോ അതല്ല വായനക്കാരെ സ്വീകരിക്കുന്നത്. വായനക്കാർ 3 തരത്തിൽ അത് സ്വീകരിക്കുന്നുണ്ട്. 3 തരത്തിൽ. അതെങ്ങനെയാണ്? ആ 3 തരത്തിൽ എന്ന് പറയുന്നത്, ഒന്നുകിൽ ഡോമിനന്റ് ഹെജിമണിക് പൊസിഷൻ, അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട്, ഒരു ഡോമിനന്റ് ഐഡിയോളജിയുടെ ഒരു പ്രസാരണം ആണല്ലോ ഈ നോവൽ എന്ന് പറയുന്നത് എന്നാണല്ലോ മാർക്സിസ്റ്റുകാർ പറയുന്നത്. അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് വിഴുങ്ങുക, അപ്പടി വിഴുങ്ങി അതങ്ങ് സ്വീകരിക്കുന്ന തരത്തിൽ ആളുകൾ കുറെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ മാർക്സിസ്റ്റ് പൊസിഷൻ ശരിയാണ്, അദ്ദേഹം അത്രയും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമതൊരു പൊസിഷൻ ഉണ്ട്. വേറെ ചില ആൾക്കാർ അങ്ങനെയല്ല ചെയ്യുന്നത്. വായനക്കാർ എന്ത് ചെയ്യുന്നു? ചില വായനക്കാര് ഈ കിട്ടിയ സാഹിത്യകൃതി അതിൻ്റെ ഉള്ളിലുള്ള മൂല്യബോധങ്ങൾ സ്വീകരിക്കാതെ തൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കി ഏത് ശരി ഏത് തെറ്റ് എന്ന് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ കൃതി അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇറ്റ് ഇസ് കോൾഡ് എ നെഗോഷിയേറ്റഡ് പൊസിഷൻ. മൂന്നാമത്തെ ഒരു പൊസിഷൻ കൂടിയുണ്ട് ജനങ്ങൾ സ്വീകരിക്കുന്നത്. അതെന്താണ്? ഒപ്പോസിഷണൽ പൊസിഷൻ എന്നാണ് പറയുന്നത്. ഒപ്പോസിഷണൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ജനങ്ങൾക്ക് കിട്ടുന്ന സാഹിത്യകൃതി എന്താണോ അതിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് ജസ്റ്റ് അങ്ങ് വെട്ടിക്കളയുക. ഞങ്ങൾ ഇതൊന്നും സ്വീകരിക്കുന്നേ ഇല്ല എന്നുള്ള മറ്റൊരു ടോട്ടൽ റിജക്ഷൻ. അപ്പോൾ ടോട്ടൽ acceptance through negotiated arguments, and the third one is oppositional position, that is total rejection. ഈ മൂന്നും സംഭവിക്കുന്നുണ്ട്. അതായത് ജനങ്ങൾ എന്ന് പറയുന്നത് ഉപരിവർഗത്തിന്റെ നിയമാവലികൾ മൊത്തമായിട്ട് വിഴുങ്ങി തൻ്റെതാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അതല്ലാതെ തൻ്റെ ജീവിതത്തോട് തട്ടിച്ചു നോക്കി ഇത് ശരിയോ തെറ്റോ എന്നറിഞ്ഞ് ത്യാജ്യഗ്രാഹ്യ ഒരു ചിന്തയോടുകൂടി സ്വീകരിക്കുന്നവരുമുണ്ട്. പൂർണ്ണമായിട്ടും ഞങ്ങൾ ഇത് റിജക്റ്റ് ചെയ്യുന്നു, ഞാനിത് സ്വീകരിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിവെക്കുന്നവരുണ്ട്. ഇങ്ങനെ 3 തരത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മുടെ നാട്ടില് മൊബൈൽ ഫോൺ വന്നു. ഈ മൊബൈൽ ഫോൺ വന്ന സമയത്തും ഈ 3 തരത്തില് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ അതിന്റെ അഡിക്ട്സ് ആയിട്ട് മാറും. അതാണ് ഡോമിനന്റ് ഹെജിമണിക് പൊസിഷൻ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് അതിന്റെ പൂർണ്ണമായിട്ടും അതിലെ നിയമാവലികൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോയിട്ട് പുറത്തു പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. വേറെ ചിലര് അങ്ങനെയല്ല, നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഈ പറയുന്ന പോലുള്ള സകല അഡ്വർടൈസ്മെന്റിന്റെയും പിന്നാലെ നമ്മൾ പോകേണ്ട കാര്യമില്ല. വേറെ മൂന്നാമത്തെ ചില ആൾക്കാരുണ്ട്, ഞാനിത് ഉപയോഗിക്കുന്നേ ഇല്ല, അങ്ങനെ ഉപയോഗിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇത് നമ്മുടെയൊക്കെ നാട്ടിലും കാണുന്ന ഒരു പൊസിഷനാണ്. ഇത് കൃത്യമായിട്ട് ഈ കോമൺ സെൻസ് വാസ്തവത്തിൽ സ്റ്റുവർട്ട് ഹാളിനുണ്ടായിരുന്നു. ഈ സ്റ്റുവർട്ട് ഹാളിന്റെ കോമൺ സെൻസ് സത്യത്തില് പ്രധാനപ്പെട്ട പല വിമർശകർക്കും ഇല്ല എന്ന് തുറന്ന് ഞാൻ പറയട്ടെ. അങ്ങനെ ഇല്ലാത്തൊരു വ്യക്തി നോം ചോംസ്കി തന്നെയാണ്. നോം ചോംസ്കി തന്റെ പത്രപ്രവർത്തകരെ കുറിച്ച് അല്ലെങ്കിൽ മാധ്യമത്തെ കുറിച്ച് പറയുന്ന ഒരു മാനുഫാക്ചറിങ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതി ഉണ്ടല്ലോ, അത് ആട്ടർ നോൺസെൻസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അങ്ങനെ മാനുഫാക്ചറിങ് ഓഫ് കൺസെന്റ് സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത് പോലെ കുറെ ആൾക്കാർ ആ മാനുഫാക്ചേർഡ് കൺസെന്റ് സ്വീകരിച്ചാലും ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് മറികടക്കുന്നുമുണ്ട്. ഞാൻ സ്റ്റുവർട്ട് ഹാളിന്റെ ഭാഗത്താണ് ഇക്കാര്യത്തിൽ, അല്ലാണ്ട് നോം ചോംസ്കിയുടെ ഭാഗത്തല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റുവർട്ട് ഹാളിന് ഈ പൊതുജനങ്ങളുടെ ഇടയിലുള്ള എന്താ പറയാ ഈ ജനപ്രിയ സംസ്കാരം നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കരീബിയൻ കൾച്ചറിന്റെയൊക്കെ വളരെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന പോലത്തെ ആക്സെപ്റ്റൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. കുറെ പേര് അതൊക്കെ ചെയ്യുന്നുണ്ട്, ഈ ഹെജിമണിക് പൊസിഷനൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അല്ലാത്തവരും ധാരാളം പേരുണ്ടെന്ന് സ്റ്റുവർട്ട് ഹാളിന് കൃത്യമായിട്ട് അറിയായിരുന്നു. നോം ചോംസ്കി എഴുതിയത് പത്രപ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുമാണ്. നോം ചോംസ്കി ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു പത്രസ്ഥാപനത്തിലും വർക്ക് ചെയ്തിട്ടില്ല, ഒരു റേഡിയോ സ്റ്റേഷനിലും വർക്ക് ചെയ്തിട്ടില്ല, ഒരു ടെലിവിഷൻ സ്ഥാപനത്തിലും വർക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ ഇന്റർനെറ്റ് തുടങ്ങിയ സാധനത്തിനെ കുറിച്ച് ടോട്ടൽ അജ്ഞനായിരുന്നു അദ്ദേഹം. തുറന്നു പറയട്ടെ, അദ്ദേഹത്തിന് ആ വിഷയം എഴുതാനുള്ള യാതൊരു അർഹതയില്ല. അദ്ദേഹം മാർക്സിന്റെ തിയറി അതേപടി അങ്ങ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. സത്യത്തിൽ മാനുഫാക്ചറിങ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നത് ഒരു അബ്സേർഡ് ഐഡിയ ആണ്. അത് സത്യത്തിൽ സംഭവിക്കുന്നില്ല. സ്റ്റുവർട്ട് ഹാൾ പറയുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. കുറെ പേർ ആ മാനുഫാക്ചേർഡ് കൺസെന്റിന്റെ കീഴിൽ വരുമ്പോഴും നിരവധി ആൾക്കാർ അതിൽ നിന്ന് പുറത്തും വരുന്നുണ്ട്. ഈ വിമർശനം നമ്മൾ ചോംസ്കിക്കെതിരെ കേരളത്തിൽ അത് അത്തരം ഒരു വിമർശനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചോംസ്കി ഇവിടെ ദൈവമാണ്. പക്ഷെ ഞാൻ അത് റിജക്റ്റ് ചെയ്യാണ്. ആ ചോംസ്കിയുടെ പൊസിഷൻ അല്ല ശരിയെന്ന് തന്നെ ഞാൻ പറയാം. മറ്റൊരാള് ഇതുപോലെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നല്ലൊരു മാർക്സിസ്റ്റ് ക്രിട്ടിക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാർക്സിസ്റ്റ് ക്രിട്ടിക്ക് പിന്നെ റെയ്മണ്ട് വില്യംസ് ആണ്. റെയ്മണ്ട് വില്യംസ് നേരിട്ട് പോപ്പുലർ കൾച്ചറിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സംസ്കാരം എന്ന വാക്ക് 3 തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. 3 തരത്തിൽ. അത് ഒരു സാധനമല്ല സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറയുന്ന സാധനം 3 അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ അർത്ഥം നേരത്തെ മാത്യു ആർണൾഡ് ഒക്കെ പറയുന്ന പോലെ ഉദാത്തമായ സാധനങ്ങൾ. അതില് ഏറ്റവും മികച്ച കൾച്ചർ, ഏറ്റവും മികച്ച മൂല്യവ്യവസ്ഥ, സദാചാരബോധം, ധർമ്മബോധം എന്നൊക്കെ പറയുന്ന ആ സാധനങ്ങൾ, അതിൻ്റെ ഒരു മേഖല. അത് ശരിയാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചർ തന്നെയാണ്, സംശയമില്ല. രണ്ടാമത്തത് ഓരോ തരം മനുഷ്യരുടെയും ജീവിത ശൈലികൾ. ഇപ്പൊ നമ്മൾ പറയാറില്ലേ കേരളത്തിലെ മുസ്ലിം കൾച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ കൾച്ചർ എന്ന് പറയുന്നു. അവിടെ നമ്മൾ ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ ജീവിത രീതിയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ കൾച്ചർ എന്ന വാക്കിനെ വേറൊരു അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ ആദ്യത്തെ അർത്ഥമല്ല രണ്ടാമത്തെ അർത്ഥം. രണ്ടും 2 കാര്യങ്ങളാണ്. ഒന്ന് ഏറ്റവും മികച്ച മൂല്യവ്യവസ്ഥ എന്ന അർത്ഥത്തിൽ, 2 ചില പ്രത്യേക ജനവിഭാഗങ്ങളുടെ മാത്രം ജീവിത ശൈലി എന്ന അർത്ഥത്തിൽ. മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് സാഹിത്യത്തിലും സംസ്കാരത്തിലൊക്കെ ഉണ്ടാവുന്ന പ്രൊഡക്ഷൻസ്,
സിനിമ, സാഹിത്യം, അങ്ങനെ ആക്ച്വൽ പ്രൊഡക്ഷൻസ് ഉണ്ടല്ലോ, നോവൽസ് ഉണ്ടാവുന്നു. അതൊക്കെ ഒന്നിച്ചൊരു സമാഹാരമായിട്ട് എടുക്കുകയാണ്. ചില അത് ഹോൾ പ്രൊഡക്ഷൻ ഓൾ ടുഗെദർ, അത് മൂന്നാമത്തെ ഒരു വിഭാഗമായിട്ട് എടുക്കാം. അങ്ങനെ 3 തരത്തിൽ കൾച്ചർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മൂന്നും ശരിയാണ്, 3 തരത്തിലും ഉപയോഗിക്കാം, മൂന്നും ശരി തന്നെയാണ് എന്ന് പറയുന്ന റെയ്മണ്ട് വില്യംസിന്റെ പൊസിഷൻ. ആ പൊസിഷനിലൂടെ ഏതെങ്കിലും ഒരു സംസ്കാരത്തിന്റെ രീതി ശരിയാണെന്ന് പറയാൻ പറ്റില്ല. റെയ്മണ്ട് വില്യംസ് ഇതിനെ എല്ലാത്തിനെയും ശരിവെക്കുന്നത് കൊണ്ട് തന്നെ പോപ്പുലർ കൾച്ചറിനെയും അദ്ദേഹത്തിന് കുറെയൊക്കെ ശരിവെക്കേണ്ടി വരും, അദ്ദേഹം നേരിട്ട് പോപ്പുലർ കൾച്ചറിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, കുറെ കൂടി സെയിൻ ആയ ഒരു പൊസിഷൻ എടുത്ത വളരെ കുറച്ച് ക്രിട്ടിക്സും ഉണ്ട് എന്നത് സത്യമാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട പൊസിഷൻ ഉണ്ടായത് എന്താണ്? ഈ സംസ്കാരത്തെ കുറിച്ചുള്ള നമ്മുടെ പൊതുബോധം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ആ പൊതുബോധം വെച്ചാണ് കേരളത്തിലും ഒക്കെ ജനപ്രിയ സാഹിത്യത്തെ കുറിച്ചൊക്കെ കടുത്ത രീതിയിലുള്ള വിമർശനം, ജനപ്രിയ സാഹിത്യം വായിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഈ ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഏറ്റവും എന്താ പറയുക തെറ്റായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ചില ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാൻ പറ്റും. ഇപ്പോ നോവൽ സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതിയാണ് എപ്പിസ്റ്റോളറി നോവൽ എന്ന് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണമാണ് പറയുന്നത്. എന്താണ് എപ്പിസ്റ്റോളറി നോവൽ എന്ന് പറയുന്നത്? കത്തുകളും ഡയറി കുറിപ്പുകളും നോട്ടുകളും ഒക്കെ മാത്രം വെച്ചുകൊണ്ട് ഒരു നോവൽ എഴുതുന്ന ഒരു പ്രത്യേക ശൈലിയാണ് നോവലിലെ. ആ നോവൽ ശൈലിയിലെ ഏറ്റവും നല്ല പുസ്തകം എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റികളൊക്കെ അംഗീകരിച്ചിട്ടുള്ളത് റിച്ചർഡ്സന്റെ പമീല എന്ന് പറയുന്ന വളരെ പഴയ ഇംഗ്ലീഷ് നോവലാണ്. നല്ല നോവലാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഏത് സർവകലാശാല, ഇന്ത്യയിലായാലും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലായാലും ഏത് സർവകലാശാലകളിലായാലും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, കാരണം നോവൽ സാഹിത്യത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ ഒരു പ്രത്യേക ജാനർ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് റിച്ചർഡ്സന്റെ പമീല അവിടെ പഠിപ്പിച്ചിരിക്കും. പക്ഷേ റിച്ചർഡ്സന്റെ പമീലയെക്കാളും എത്രയോ മികച്ച എപ്പിസ്റ്റോളറി നോവലാണ് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള. അത് ഒരു യൂണിവേഴ്സിറ്റിയിലും ടെക്സ്റ്റ് ബുക്കായിട്ട് പഠിപ്പിക്കില്ല. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ റിച്ചർഡ്സന്റെ പമീല MA ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഡ്രാക്കുള എന്നൊരു വാക്ക് പോലും ഒരു അധ്യാപകന്റെ വായിൽ നിന്ന് കിട്ടില്ല. പക്ഷെ നിങ്ങളൊന്ന് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. എപ്പിസ്റ്റോളറി നോവൽ എന്ന നിലയ്ക്ക് ഏറ്റവും മികച്ച നോവൽ പമേലയാണോ? പമീല മോശമല്ല, പമീല മോശമാണെന്ന് ഞാൻ പറയില്ല. പമേലയാണോ ഡ്രാക്കുളയാണോ എന്ന് നോക്കുകയാണെങ്കിൽ ഡ്രാക്കുള എന്ന നോവൽ എത്രയോ മുകളിലാണ് പമേലയെക്കാളും. കാരണം ഭയം എന്ന വികാരത്തെ ഒട്ടും തന്നെ പ്രസരണം ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് വേണമെങ്കിൽ എപ്പിസ്റ്റോളറി സ്റ്റൈൽ എന്ന് കരുതുമ്പോൾ, ഇവിടെ ഇതാ ബ്രാം സ്റ്റോക്കർ അങ്ങനെയല്ല, ഇതിലപ്പുറം നിങ്ങൾക്ക് ഭയത്തിന്റെ ആ പരമകാഷ്ഠ ഞാൻ ഇതിലൂടെ ചെയ്തു തരാം എന്ന മട്ടിൽ അദ്ദേഹം അത് കാണിക്കുന്നു. കത്തുകളും ഡയറി കുറിപ്പുകളും മാത്രം വെച്ചുകൊണ്ട് നമ്മളെ ഭയത്തിന്റെ അവസാനത്തെ ഡിഗ്രി വരെ കൊണ്ടുപോയ ആ വ്യക്തിയാണ് ബ്രാം സ്റ്റോക്കർ. സത്യത്തിൽ ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശബ്ദവും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതുപോലെ കത്തുകളും ഒക്കെ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ ഭയം ഉണ്ടാക്കാൻ പറ്റുക? അത് ആർക്കും അറിയുമായിരുന്നില്ല. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള വന്നതിന് ശേഷമാണ് അത് കൃത്യമായിട്ട് മനസ്സിലായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രാം സ്റ്റോക്കറുടെ ആ ഒരു കൃതി പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് ജനപ്രിയ സാഹിത്യത്തിന്റെ ഭാഗമാണ്, അത് പഠിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഏറ്റവും മികച്ച സാധനം അതായിരുന്നു. ഇത് ഒരു ഉദാഹരണം. രണ്ടാമത്തെ പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം സാക്ഷാൽ നമ്മുടെ ഷേക്സ്പിയർ തന്നെയാണ്. ഷേക്സ്പിയർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്, നാടകങ്ങൾ എന്ന് പറയുന്നത് ജനപ്രിയമായിരുന്നു. അതിന്റെ ആസ്വാദകർ എന്ന് പറയുന്നത് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യരായിരുന്നു. അത് എല്ലാ വർഗത്തിൽ നിന്നുമുള്ള ആൾക്കാരുണ്ട്, വളരെ പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്. എന്തായാലും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യരുടെ ഒരു കൂട്ടമായിരുന്നു ഷേക്സ്പിയറുടെ എല്ലാ നാടകങ്ങളും. ഗ്ലോബ് തിയേറ്ററിലായാലും സ്വാൻ തിയേറ്ററിലായാലും എവിടെയായാലും ആ കാലത്തൊക്കെ അവർ പോയിട്ടാണ് കണ്ടിരുന്നത്. അവർക്കൊക്കെ ഷേക്സ്പിയർ ഇഷ്ടമായിരുന്നു. അങ്ങനെ ജനപ്രിയ സാഹിത്യത്തിന്റെ ഒരു നായകനായിട്ടാണ് ഷേക്സ്പിയർ അക്കാലത്ത് ജീവിച്ചത്. ഷേക്സ്പിയറുടെ കൃതികളുടെ റിട്ടൺ ടെക്സ്റ്റുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഫോളിയോ, സെക്കൻഡ് ഫോളിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾ അതൊന്നും വായിച്ചിട്ടില്ല. ആളുകൾ കണ്ടിട്ടുള്ള നാടകങ്ങൾ, നാടക അവതരണങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് അവർ മനസ്സിലുണ്ടാക്കിയ ഒരു നോഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ട, നമ്മൾ കാനമീജയും മുട്ടത്ത് വർക്കിയെയും ഇവിടെ ആളുകൾ എത്ര ഇഷ്ടപ്പെട്ടിരുന്നുവോ എന്ന പോലെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരു നാടകകൃത്തായിട്ടാണ് സാധാരണ ജനങ്ങൾ ഷേക്സ്പിയറെ കണ്ടിട്ടുള്ളത്.
ഷേക്സ്പിയർ എല്ലാ സ്ഥലത്തും പോയിട്ട് പ്രോഗ്രാംസ്, നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷ് രാജധാനിയിൽ വന്നിട്ട് നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും രാജധാനി തൊട്ടിട്ട് സാധാരണക്കാരുടെ ഇടയിൽ വരെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാഹിത്യകാരനായിട്ട് അല്ലെങ്കിൽ നാടകകാരനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ കൃതികളുടെ റിട്ടൺ ടെക്സ്റ്റുകൾ അന്ന് ആരും വായിച്ചിരുന്നില്ല, ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ വളരെ കുറച്ച് കോപ്പികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രമൊക്കെ ധാരാളം വന്ന ശേഷം ഇതിന്റെ അച്ചടിയുടെ ഫലമായിട്ട് ധാരാളം കോപ്പികൾ ഉണ്ടാവുകയും സർവകലാശാലകൾ ഷേക്സ്പിയറെ ഏറ്റെടുക്കുകയും ചെയ്തു. സർവകലാശാലകൾ ഏറ്റെടുത്ത ശേഷം ഷേക്സ്പിയർ പിന്നെ ആർക്കും മനസ്സിലാവാതായി. എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ ഗഹനമെന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഹാംലെറ്റ് പോലും അക്കാലത്ത് എല്ലാവർക്കും മനസ്സിലായിരുന്നു. സർവകലാശാലകൾ ഏറ്റെടുത്തപ്പോൾ മെർച്ചന്റ് ഓഫ് വെനീസ് വരെ ആർക്കും മനസ്സിലാവാതായി. അങ്ങനെ സർവകലാശാലകൾ ഇദ്ദേഹത്തെ എടുത്ത് വരേണ്യ സാഹിത്യത്തിന്റെ തലപ്പത്ത് വെച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആകട്ടെ ഷേക്സ്പിയറെ തങ്ങളുടെ കൊളോണിയൽ കൊടിക്കപ്പലായി എല്ലാ രാജ്യങ്ങളിലേക്കും പറഞ്ഞയച്ച് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇതിഹാസകാരനായ വലിയൊരു നാടകകൃത്ത് എന്നുള്ള മട്ടിൽ അങ്ങോട്ട് എഴുന്നള്ളിക്കുകയും ചെയ്തു. അദ്ദേഹം നല്ല നാടകകൃത്തായിരുന്നു, പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന നാടകകൃത്തായിരുന്നു. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന നാടകകൃത്തിനെ അങ്ങോട്ട് പറച്ചു നട്ട് ഒരു വരേണ്യ നാടകകൃത്താക്കി മാറ്റി നമ്മൾക്ക് എന്താ പറയുക, ഒരു വലിയൊരു ക്ലാസിക്കൽ കൃതിയാക്കി മാറ്റിയത് ഈ യൂണിവേഴ്സിറ്റികളുടെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൊളോണിയൽ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടകകൃത്താകുമായിരുന്നു. ഇപ്പോ എന്താണ് ഷേക്സ്പിയറെ കുറിച്ച് നിരവധി പഠനങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിലുള്ള എന്താ പറയാ വളരെ ഗഹനമായിട്ടുള്ള സിംബൽസിന്റെ പ്രയോഗങ്ങളും വളരെ കോഡഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിൽ ചിന്തിച്ചാൽ മാത്രം കിട്ടുന്ന ചില അദ്ദേഹത്തിന്റെ ടെക്സ്റ്റും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് വരെ സാധാരണക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു, അവരത് ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഷേക്സ്പിയറുടെ കാര്യത്തിൽ മാത്രമല്ല, മാർലോയുടെ നാടകങ്ങളും ഇതുപോലെ തന്നെ വളരെ ജനപ്രിയകരമായിരുന്നു. ഇപ്പൊ ഇതാണ് അവസ്ഥ. ജനപ്രിയ സാഹിത്യത്തിൽ നല്ല സാഹിത്യം ഉണ്ടാവില്ല എന്ന ഒരു ധാരണയ്ക്ക് എതിരായിട്ടുള്ള 2 എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള, 2 ഷേക്സ്പിയറുടെ നാടകങ്ങൾ. ഇത് രണ്ടും ജനപ്രിയ സാഹിത്യത്തിന്റെ ഉള്ളിൽ നിന്നാണ് വന്നത്. മൂന്നാമതൊരു ഉദാഹരണം പറയാം. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇപ്പോൾ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ ഓസ്കാർ വൈൽഡിന്റെ നാടകം. ഓസ്കാർ വൈൽഡിന്റെ നാടകം അത് ജനപ്രിയ നാടകം തന്നെയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് ഒന്ന് ഇപ്പോഴും വായിച്ചു നോക്കൂ. അത് അങ്ങേയറ്റം ജനപ്രിയകരമായിട്ടുള്ള തമാശ നിറഞ്ഞൊരു നാടകമാണത്. അത് വളരെ ഒന്നാന്തരം കൃതിയല്ലേ. എന്തായാലും 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം തൊട്ടിട്ടുണ്ടായ ഒരു ചേഞ്ചിന്റെ ഫലമായിട്ട് ആ മട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള സാഹിത്യങ്ങളൊന്നും ഇനി ഉണ്ടാക്കരുത്, വളരെ ഗഹനമായിട്ടുള്ള സാധനങ്ങളെ സാഹിത്യമാകാൻ പാടൂ എന്ന പിടിവാശി അന്ന് തൊട്ട് ആരംഭിച്ചു. ആ പിടിവാശിയുടെ തുടർച്ചയാണ് കേരളത്തിലും നമുക്കിവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ഫലം എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് ചോദിക്കും, MT വാസുദേവൻ നായരാണോ നല്ല നോവലിസ്റ്റ്, കാനമീജയാണോ നല്ല നോവലിസ്റ്റ്? സംശയമൊന്നുമില്ല, MT വാസുദേവൻ നായർ തന്നെയാണ്, ഒരു സംശയമില്ല. MT വാസുദേവൻ നായർ, OV വിജയനൊക്കെ തന്നെയാണ് നല്ല സാഹിത്യകാരന്മാര്, കാനമീജയല്ല. പക്ഷെ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ജനപ്രിയ സാഹിത്യ മേഖലയിൽ നിന്ന് ഒരു MT വാസുദേവൻ നായർ ഉണ്ടാവാതെ പോയത്? നമ്മൾ അങ്ങനെ ആലോചിച്ചു നോക്കൂ. അങ്ങനെ ആലോചിച്ചു നോക്കുന്ന സമയത്ത് അതിനെനിക്ക് പറയാവുന്ന ഉത്തരം ഇതാണ്: നേരത്തെ തന്നെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നു ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്ന അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള സാഹിത്യ രൂപമാണ് എന്ന്. അതുകൊണ്ട് പുതിയ ചെറുപ്പക്കാരും തന്നെ, അല്പം ആത്മാഭിമാനമുള്ള ചെറുപ്പക്കാരും തന്നെ, അല്പം കഴിവുള്ള ചെറുപ്പക്കാരും തന്നെ ആ മേഖലയിലേക്ക് പോവില്ല. പിന്നെ അവിടേക്ക് പോകുന്നത് ആരാണ്? വെറും പണത്തോട് മാത്രം ആർത്തിയുള്ള കുറച്ച് ആൾക്കാരാണ് പിന്നെ അവിടെ പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ജനപ്രിയ സാഹിത്യ മേഖലയിൽ നിന്ന് നല്ല സാഹിത്യം ഉണ്ടാവുക? അതാണ് പ്രധാനപ്പെട്ട കാരണം. നല്ല സാഹിത്യകാരന്മാർ അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ ജോണറിൽ നല്ല സാഹിത്യം ഉണ്ടാകുമായിരുന്നു, നല്ല കഴിവുള്ളവരുണ്ടാകുമായിരുന്നു. ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ, അത്യാവശ്യം ചില എക്സാമ്പിൾസ് മറിച്ചുമുണ്ട്. നമ്മൾ യക്ഷിക്കഥകൾ മോശമാണ്, അതൊരു ജനപ്രിയ മാതൃകയാണ്, അതിൽ നല്ല കൃതികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതിൽ നമ്മുടെ ധാരണ. ഇപ്പൊ OV വിജയൻ എന്നൊരു യക്ഷിക്കഥ എഴുതുമെന്ന് വിചാരിക്കേണ്ട, പക്ഷെ മലയാറ്റൂർ രാമകൃഷ്ണൻ യക്ഷി എഴുതിയിട്ടുണ്ട്. അത് നല്ല നോവലാണ്, അത് നല്ല സിനിമയായിട്ടും വന്നിട്ടുണ്ട്. മലയാളത്തിലെ സിനിമകളുടെ നല്ല സിനിമകളിലൊന്നാണ് യക്ഷി എന്ന കൃതി. അത് മലയാറ്റൂർ രാമകൃഷ്ണന്റെയാണ്. അങ്ങനെ അപൂർവം ചില ആളുകൾ മറിച്ചുണ്ടാക്കിയതിന്റെ ഗുണമാണ് അതിൽ കണ്ടത്. നേരെ മറിച്ച് മലയാറ്റൂർ രാമകൃഷ്ണന്റെ അതുപോലെ നിരവധി നല്ല സാഹിത്യകാരന്മാർ, ചെറുപ്പക്കാരായാലും അല്ലാത്തവരായാലും,
ആ ജനപ്രിയ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും സംഭവിക്കുക? ആ സംഭവിച്ചതിന്റെ ഒരു ഗുണഫലം ഞാൻ കാണിച്ചു തരാം. ഉംബർട്ടോ എക്കോയുടെ നെയിം ഓഫ് ദ റോസ് എന്ന കൃതി, അത് ശരിക്കും പറഞ്ഞ ഒരു ഡിറ്റക്റ്റീവ് നോവലിന്റെ രീതിയിലാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഡിറ്റക്റ്റീവ് നോവലായിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയത്. ഞാൻ എന്റെ കഥയൊന്നും ഇവിടെ പറയുന്നില്ല. 13-ാം നൂറ്റാണ്ടിൽ ഒരു പള്ളിയിൽ സംഭവിക്കുന്ന കൊലപാതക പരമ്പരയാണ്. ആ കൊലപാതക പരമ്പര അന്വേഷിക്കാൻ വേണ്ടി ഒരു യുവ എന്താ പറയാ പാതിരിയും അയാളുടെ അസിസ്റ്റന്റും ഷെർലക് ഹോംസും വാട്സണും പോലെ അവിടെ എത്തുന്നു. അതിനെക്കുറിച്ച് അന്വേഷണമാണ്. ആ അന്വേഷണത്തിലൂടെ ആ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചും ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഡീപ്പായിട്ടൊക്കെ പഠിക്കാനും പറ്റുന്നു. ഈ കൃതി ജനപ്രിയ നോവലിന്റെ മാതൃകയിൽ എഴുതപ്പെട്ട എന്നാൽ ക്ലാസിക്കൽ ഒരു സാഹിത്യമായിട്ടും വായിക്കാവുന്ന ഒരു കൃതിയാണ്. ഉംബർട്ടോ എക്കോ മോശമാണെന്ന് ആരും പറയില്ല. അപ്പൊ അങ്ങനെയുള്ള കൃതികൾ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള കൃതി ഇപ്പൊ നമ്മളിപ്പോ കോട്ടയം പുഷ്പനാഥനെ പോലുള്ള ആളുകൾ ഇവിടെ കുറ്റാന്വേഷണ നോവലുകൾ എഴുതാൻ അത്തരം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടല്ലേ ആ മേഖല തന്നെ മോശമായത്? എന്തുകൊണ്ടാണ് നല്ല സാഹിത്യകാരന്മാർ അതിൽ പോവാഞ്ഞത്? പോയിരുന്നെങ്കിൽ ഇതാണോ അവസ്ഥ? അല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ഉംബർട്ടോ എക്കോ കാണിച്ചു തന്നത്. ഇനി വേറെ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ നമ്മുടെ മലയാള ഇംഗ്ലീഷ് ചെറുകഥാ സാഹിത്യത്തിന്റെ തുടക്കത്തിലുള്ള ഏറ്റവും മികച്ച നല്ല ആളുകളിൽ ഒരാള് ഒ ഹെൻറിയാണ്. ആ ഒ ഹെൻറിയുടെ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം ജനപ്രിയ സാഹിത്യമല്ലേ? ഒ ഹെൻറിയുടെ ചെറുകഥ മോശമാണ് എന്ന് ഭൂമിയിലുള്ള ആരെങ്കിലും പറയൂ? ലോകത്തിലെ ഏറ്റവും മികച്ച ചെറുകഥാകൃത്തുക്കളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ ഒ ഹെൻറി ഇല്ലാതെ പോവില്ല. സച്ച് എ ഗ്രേറ്റ് റൈറ്റർ ഹി ഈസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഒ ഹെൻറിയും ആന്റൺ ചെക്കോവും ഒക്കെ തന്നെയാണ് അക്കാലത്ത് ഏറ്റവും നല്ല ആദ്യകാല ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിൽ ഉണ്ടാവുന്നത്. അപ്പൊ ജനപ്രിയ സാഹിത്യത്തിന് നല്ല സംഭാവനകൾ തരാൻ പറ്റുമായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്നത് മോശമാണെന്നൊരു മ്ലേച്ഛമായ സാഹിത്യമാണെന്നുള്ളൊരു ബോധമുണ്ടാക്കിയത് കൊണ്ട് അതിലേക്ക് നല്ല ആളുകൾ പോവാതായി. രണ്ടാമത്തെ പ്രശ്നം, ഞാനിവിടെ വളരെ എന്റെ സമയം ഏകദേശം കഴിയാറായി, അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു പോയിന്റും കൂടി ഇവിടെ പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊക്കെ എന്റെ ശേഷം വരുന്ന അത്യാവശ്യം അക്കാഡമിക് ആയിട്ട് നന്നായിട്ട് പഠിച്ച ആളുകളുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ റേഡിയോ സ്റ്റേഷനിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അക്കാഡമിക് ഒരു സമഗ്രതയൊന്നും എന്റെ സംഭാഷണത്തിന് ഉണ്ടാവില്ല. ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് രണ്ടുപേര് സംസാരിക്കുന്നുണ്ട്, അവരത് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു എനിക്കില്ലാതെ പോയ സമഗ്രത അവരുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു തിയറിറ്റിക്കൽ സ്ട്രെങ്ത് അവർക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏതായാലും ഞാൻ ഒരു പോയിന്റ് കൂടി അവിടെ പറയുന്നുള്ളൂ. അതെന്താന്ന് വെച്ചാല്, ഈ ജനപ്രിയ സാഹിത്യത്തോടുള്ള ഈ നിലപാട് കൊണ്ട് എന്താണ് സാഹിത്യത്തിന് തന്നെ വലിയ ദോഷമുണ്ടായത് എന്നാലോചിക്കാം. പ്രധാനപ്പെട്ട ദോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നിരവധി വ്യവഹാരങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഈ ആധുനിക കാലത്ത് മനുഷ്യ ജീവിതത്തെ സ്പർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കോഴ്സ്, ഏറ്റവും നമ്മളെയൊക്കെ ഓരോ മനുഷ്യനെയും കീഴടക്കിയ ഡിസ്കോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ഡിസ്കോഴ്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം തൊട്ട് ഇപ്പൊ 20-ാം നൂറ്റാണ്ടും കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിൽ എത്തുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതും ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ അത് പൂർണ്ണമായിട്ടും ഗ്രസിച്ചു കഴിഞ്ഞു. നമ്മൾ സയൻസിന്റെ ജീവിതമാണ്, സയൻസ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ചു തീർക്കുന്നത്. സയൻസ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. സയൻസിനെ എന്താ പറയാ ഡൈവേഴ്സ് ചെയ്തിട്ടൊന്നും നമുക്കിനി ജീവിക്കാൻ പറ്റില്ല. സയൻസ് നമ്മളുടെ സയൻസ് നമ്മൾ സയൻസ് ആയി കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തില് ആ സയൻസ് എന്ന് പറയുന്ന സാധനം, അതിന്റെ യുക്തിഭദ്രത, അതിന്റെ ടെക്നോളജി, ഇതൊന്നും തന്നെ പുതിയ നമ്മുടെ വരേണ്യ സാഹിത്യത്തിന് തൊടാൻ പറ്റിയിട്ടില്ല. അത് തൊടാൻ പറ്റിയിട്ടുള്ളത് ആർക്കാണ്? ക്രൈം ഫിക്ഷനും ഡിറ്റക്റ്റീവ് ഫിക്ഷനും സയൻസ് ഫിക്ഷനും മാത്രമാണ്. ഇതൊക്കെ ജനപ്രിയ നോവൽസിന്റെ ഭാഗമാണ്. ജനപ്രിയ നോവൽസ് വളരെ ഭംഗിയായിട്ട് ശാസ്ത്രത്തെ അതുപോലെ സാങ്കേതിക വിദ്യയും സ്വീകരിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്, നല്ല കൃതികൾ എഴുതിയിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മൾ പറയുന്ന വരേണ്യ സാഹിത്യം എന്ന് പറയുന്ന സാധനത്തിന് തൊടാൻ പറ്റിയിട്ടില്ല സയൻസും ടെക്നോളജിയും. അത് വലിയൊരു ഫെയിലിയർ തന്നെയാണ്. ആ ഫെയിലിയർ നമ്മൾ നമ്മുടെ വരേണ്യ സാഹിത്യകാരന്മാരുടെ വിമർശകരുടെ ഇടയിൽ ഒരു ചർച്ചയെ ആവാത്തത് കൊണ്ട് ഇതൊക്കെ വളരെ ഭദ്രമാണെന്ന് സാഹിത്യകാരന്മാർ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. നേരെ മറിച്ച് ഡാവിഞ്ചി കോഡ് പോലുള്ള ഒരു സാധനം എഴുതണമെന്നുണ്ടെങ്കിൽ MT വാസുദേവൻ നായരോ അല്ലെങ്കിൽ OV വിജയനോ മുകുന്ദനോ ആരും ജയിച്ചാലും പറ്റില്ല. അതിൻ്റെ ഉള്ളിലുള്ള ശാസ്ത്രത്തിന്റെ പ്രയോഗം എന്ന് പറയുന്നത്, ടെക്നോളജിയുടെ പ്രയോഗം എന്ന് പറയുന്നത്, അത് ഇതിൽ മാത്രം ഡാവിഞ്ചി കോഡിൽ മാത്രമല്ല, അതിനേക്കാൾ നന്നായിട്ട് ഡിജിറ്റൽ ഫോർട്രസ് എന്ന അദ്ദേഹത്തിന്റെ കൃതി, അതിലുള്ള ശാസ്ത്രത്തിന്റെ പ്രയോഗമൊക്കെ ഉണ്ടല്ലോ. ആ ശാസ്ത്രത്തിന്റെ പ്രയോഗം കാണിച്ചുകൊണ്ട് തന്നെ നല്ല കൃതികൾ എഴുതാമെന്ന് അദ്ദേഹം തെളിയിക്കുമ്പോൾ
ഇവിടെ വരേണ്യ സാഹിത്യത്തിൽ ശാസ്ത്രത്തെ പൂർണ്ണമായിട്ടും അവർക്ക് അറിഞ്ഞുകൂടാ. ശാസ്ത്രത്തിന്റെ പ്രയോഗം എങ്ങനെ വേണം എന്നുള്ളത് അവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രവും യുക്തിയൊന്നും അല്ല സാഹിത്യം എന്ന് പറയുന്നത്. യുക്തിക്ക് പകരം ഇമോഷൻസ്, വിചാരത്തിനും യുക്തിക്കും പകരം വികാരമാണ് സാഹിത്യത്തിന്റെ എസൻസ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നവരാണ് പലരും. പക്ഷെ വികാരം മാത്രമല്ല, നിങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ കാര്യങ്ങളും വെറുതെ ശാസ്ത്രത്തെക്കുറിച്ചൊരു പരാമർശമല്ല, ശാസ്ത്രത്തിന്റെ തിയറി അപ്ലൈ ചെയ്യാൻ പോലും പറ്റും സാഹിത്യത്തിന് എന്ന് ഈ ജനപ്രിയ സാഹിത്യകാരന്മാർ കാണിച്ചിട്ടുണ്ട്. അത് മറ്റ് വരേണ്യ സാഹിത്യകാരന്മാരുടെ ആ ഒരു വിഭാഗത്തിന് അത് അറിയേയില്ല. അവിടുത്തെ വിമർശകർ അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയിട്ടുമില്ല. ഇതൊക്കെ പരിപൂർണമാണ് സമഗ്രതാബോധത്തിലെ ഒരു മിഥ്യയായ സമഗ്രതാബോധത്തിൽ ജീവിക്കുകയാണ് അവരൊക്കെ തന്നെ. നേരെ മറിച്ച് ഈ എന്താണ് പറയാ, ജനപ്രിയ സാഹിത്യകാരന്മാർ അവരോട് വഴക്കലും പോകാറില്ല. അവർക്ക് പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ നല്ലോണം ഒരുപാട് കൃതികൾ എഴുതണം, ടെക്നോളജിയും മറ്റുമൊക്കെ അപ്ലൈ ചെയ്യണം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം, കാശുണ്ടാക്കണം. അപ്പൊ ഒരു തമ്മിലുള്ള ഒരു ഡയലോഗ് നടന്നിട്ടേ ഇല്ല. പക്ഷെ ആ ഡയലോഗിന്റെ ഉള്ളിൽ എനിക്ക് പറയാനൊരു പോയിന്റ്, ആർക്കാണ് പരാജയം സംഭവിച്ചത്? അത് വരേണ്യ സാഹിത്യകാരന്മാർക്കാണ്. അവർക്ക് ഇത് തൊടാൻ പറ്റിയിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തത്, ചില മേഖലകൾ തീർത്തും അന്യമായി പോയി നമ്മുടെ വരേണ്യ സാഹിത്യകാരന്മാർക്കിടയിൽ. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ജനപ്രിയ സാഹിത്യകാരന്മാരുടെ തീംസ് എടുത്താൽ മതി. ഇപ്പോ സ്ട്രോങ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തീമുണ്ട്, സ്ട്രോങ് മെഡിസിൻ. അത് ഒരു ജനപ്രിയ നോവലാണ്. എനിക്ക് തോന്നുന്നു ഹെറോൾഡ് റോബിൻസിന്റെ ആണോ, അല്ല, ഓർമ്മയില്ല, ആരാ എഴുതിയതെന്ന് ഓർമ്മയില്ല. സ്ട്രോങ് മെഡിസിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹോട്ടേൽ ഒക്കെ എഴുതിയതാരാ? ഹോട്ടേലും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഹോട്ടേൽ, അതുപോലെ എയർപോർട്ട്, ഇതൊക്കെ എഴുതിയ നോവലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ സ്ട്രോങ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. ആ സ്ട്രോങ് മെഡിസിനിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ മരുന്ന് കമ്പനികളുടെ മാഫിയ തരത്തിലുള്ള പ്രയോഗം, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ആ നോവൽ എഴുതിയിട്ടുള്ളത്. ഇത് മരുന്ന് കമ്പനികളുടെ ഒരു ലോകത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടാണ് നോവലിസ്റ്റ് അതിൽ കാണിക്കുന്നത്. ഇങ്ങനെ ചില മേഖലകളെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് അത് അവതരിപ്പിക്കാൻ നമ്മുടെ വരേണ്യ സാഹിത്യകാരന്മാർക്ക് പറ്റിയിട്ടില്ല എന്ന് ദുഃഖത്തോടെ പറയട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഗൾഫ് പ്രവാസത്തെക്കുറിച്ച്, ഗൾഫ് പ്രവാസത്തിന്റെ എന്തൊക്കെ തരത്തിലുള്ള വിഭിന്നമായ മേഖലകളുണ്ട്, അതിന് എന്തൊക്കെ തരത്തിലുള്ള മുഖങ്ങൾ അതിനുണ്ട്. എത്ര സാഹിത്യകാരന്മാര് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഗൾഫ് പ്രവാസം, ആ ഗൾഫ് പ്രവാസത്തിന്റെ ഒരു നേർപകർപ്പാണോ ബെഞ്ചമിന്റെ അടുത്തെഴുതിയ ബെന്യാമിന്റെ ആടുജീവിതം? അല്ലല്ലോ. ആടുജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരു എക്സെപ്ഷണൽ ഈവന്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ റെഗുലർ ഈവന്റ്. ഗൾഫ് ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമല്ല ഇത്. അങ്ങനെയല്ല ഗൾഫ് ജീവിതം. അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു എന്നേ ഉള്ളൂ. ആ സംഭവിക്കുന്നത്, ഒറ്റപ്പെട്ടു പോയ മല്ലാരണ്യത്തിൽ ഒറ്റപ്പെടുന്നത് ഒരുപക്ഷെ ഗൾഫ് ജീവിതത്തിൽ മാത്രമേ സംഭവിച്ചുള്ളൂ എന്നില്ല. അത് എവിടെയും സംഭവിക്കാം. അത് ഒരു എക്സെപ്ഷണൽ ഈവന്റ് ആണ്. പക്ഷേ ഗൾഫ് ജീവിതത്തിന്റെ മറ്റ് ഭംഗിയുള്ളതും ഭംഗിയില്ലാത്തതുമായിട്ടുള്ള വലിയ ഒരു വിഭാഗം ഒരു കാര്യങ്ങള് ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ കോട്ടയമ്മ പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ, അവരെ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഒരു പരിധിവരെ നമ്മുടെ ജനപ്രിയ സിനിമകൾക്കും അത് സാധിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ രണ്ടിലും കുറെയൊക്കെ പയറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമകളിൽ അദ്ദേഹം എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എന്താ, മനുഷ്യരുടെ ജീവിത മേഖലകൾ, ആ മേഖലകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് എക്സെപ്ഷണൽ സിറ്റുവേഷൻസും എക്സെപ്ഷണൽ ക്യാരക്ടേഴ്സും മാത്രം അവതരിപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു വിഭാഗമായി മാറി നമ്മുടെ വരേണ്യ സാഹിത്യകാരന്മാർ. അത് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ അതേ ഉള്ളൂ എന്നതാണ് അതിൽ പരിമിതി. മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ ആസ്വദിച്ച കൃതിയാണത്. പക്ഷേ രവി എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ ഒരു ക്യാരക്ടറാണ്, ഒരു യൂഷ്വൽ ക്യാരക്ടർ അല്ല അദ്ദേഹം. രവി രാധ മാത്രം എന്ന കൃതിയിലെ രാധയുടെ അനുഭവം, ഇറ്റ്സ് എൻ എക്സെപ്ഷണൽ ഈവന്റ്, നോട്ട് എ യൂഷ്വൽ ഈവന്റ്. പക്ഷെ യൂഷ്വൽ ഈവന്റ്സ് ഉള്ള സാധാരണ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അവതരിപ്പിക്കണ്ടേ? അത് അവതരിപ്പിക്കുന്നതൊക്കെ ഇത്ര മോശമാണോ? എന്തോ കാരണം കൊണ്ട് അങ്ങനെ ഒരു ധാരണയിൽ അവരെത്തി. അതുകൊണ്ട് സാധാരണ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ ജനപ്രിയ സാഹിത്യകാരന്മാരുടെ അടുത്തെത്തി. ആ ജനപ്രിയ സാഹിത്യകാരന്മാരാകട്ടെ നല്ല സാഹിത്യബോധമുള്ളവരായിരുന്നുമില്ല. ഈ പറയുന്ന നല്ല സാഹിത്യകാരന്മാരെന്ന് പറയുന്ന കഴിവുള്ള ആൾക്കാർ അതിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ വ്യത്യാസം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഇപ്പൊ നമ്മൾ പറയുന്നത് പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ഈ ഒരു
വിഭജനം ഇല്ലാതാകും, ജനപ്രിയം വരേണ്യം എന്ന് പറഞ്ഞൊരു വിഭജനം ഇല്ലാതാവും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ എന്താണ് ഒരു മാതൃഭൂമിയിലൊക്കെ എഴുതുന്ന ഒരു കഥാകൃത്ത് വന്നാൽ അയാൾക്ക് കിട്ടുന്ന സ്വീകരണവും, ഒരു മംഗളം പോലുള്ള കൃതി എഴുതുന്ന ഇങ്ങനത്തെ ഒരു ജനപ്രിയ സാധനം എഴുതുന്ന ആൾക്ക് കിട്ടുന്ന സ്വീകരണവും മാത്രം ആലോചിച്ചാൽ മതി. ആ പോസ്റ്റ് മോഡേണിസം ഒക്കെ തിയറിയിലേ കിടക്കുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പൊ അത് മാറേണ്ടിയിരിക്കുന്നു. മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദോഷം സാഹിത്യത്തിനാണ്. ഈ ദോഷമാണ് ഞാൻ പറയുന്നത്. നമുക്ക് സയൻസിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും ഒന്നും അറിയാതെ നോവൽ എഴുതുക എന്ന് പറഞ്ഞാൽ നോവൽ ഔട്ട്ഡേറ്റഡ് ആയി എന്നാണ് അർത്ഥം, അഥവാ സാഹിത്യം ഔട്ട്ഡേറ്റഡ് ആയി എന്നാണ് അർത്ഥം. സാഹിത്യത്തിന് സയൻസ് ഇല്ലാതെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സയൻസ് എന്ന് പറയുന്ന അത്ര വലിയൊരു വ്യവഹാരമാണ്. അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഓൾറെഡി ഔട്ട്ഡേറ്റഡ്, അത്രയേ ഉള്ളൂ. അത് പിന്നെയും ചെയ്യുന്നത് ഡിറ്റക്റ്റീവ് ഫിക്ഷനും ക്രൈം ഫിക്ഷനും സയൻസ് ഫിക്ഷനും ഒക്കെയുള്ള ആ ഒരു വിഭാഗത്തിലാണ് അത് കാണുന്നത്. അവിടെ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ആളുകൾ എഴുതുന്നുമില്ല. ഇപ്പൊ കുറച്ചു പേരൊക്കെ എഴുതുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ അതിന്റെ എക്സാമ്പിൾസിലേക്കൊന്നും പോകുന്നില്ല. കുറച്ചു പേരൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ അത് പോരാ. ഏറ്റവും നല്ല ആളുകൾ അതിലേക്ക് കൂടി പോകണം. സയൻസ് ഷുഡ് ബിക്കം പാർട്ട് ഓഫ് ലിറ്ററേച്ചർ. സയൻസ് ഈ ലിറ്ററേച്ചറിന്റെ ടോപ്പിക്കായിട്ട് തീമായിട്ട് വരണം. അത് വെറുതെ ഒരു പ്രദർശനപരമായിട്ട് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ഒരു പുരുഷനെ പ്രേമിക്കലല്ല. അതല്ല, അത് വളരെ തൊലിപ്പുറമേയുള്ള പ്രയോഗമാണ്. സയന്റിഫിക് തിയറീസ് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് മാറണം. അങ്ങനെ ചെയ്തിട്ടുണ്ട്, ക്രൈം ഫിക്ഷനിലൊക്കെ അത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സയൻസ് ഫിക്ഷനിൽ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെയ്യാൻ പറ്റണം, എങ്കിലേ അത് ഒരു ഭംഗിയുള്ള സാഹിത്യം ആകി മാറുകയുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നത്. അതുപോലെ തന്നെ മറ്റ് ജനപ്രിയ സംഗീതത്തിനെ കുറിച്ച് എടുക്കുകയാണെങ്കിലും ശരി, ഇതുപോലെ തന്നെയാണ്. ഏറ്റവും മികച്ച സംഗീതം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മ്യൂസിക്കുകാർ മാത്രമല്ല, ജനപ്രിയ സംഗീതജ്ഞന്മാർ കൂടിയാണ്. ഇപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താം. ഞാൻ നമ്മുടെ ശങ്കരാഭരണ രാഗം എന്ന് പറയട്ടെ. ശങ്കരാഭരണ രാഗം ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് എവിടെയാണ്? ത്യാഗരാജന്റെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൃതിയിലാണോ? മറ്റേത് ജനപ്രിയകരമായിട്ട് എഴുതിയിട്ടുള്ള സ്വാതിരുന്നാളിന്റെ കൃതിയിൽ പോലുമല്ല. ആരുടെ കൃതിയിലാണ്? ദക്ഷിണാമൂർത്തിയുടെ ചില എന്താ പറയാ സിനിമാ പാട്ടുകളിലാണ്. പൊൻവെയിൽ, എനിക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ പാടി നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. ആ പൊൻവെയിൽ എന്ന് തുടങ്ങുന്ന ആ പാട്ടുണ്ടല്ലോ, പൊൻവെയിൽ മണിക്കച്ച, അതൊന്ന് കേട്ടു നോക്കൂ. അത്ര ഭംഗിയായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് അറിയുന്നവർക്ക് ശങ്കരാഭരണ രാഗം പ്രയോഗിക്കാൻ പറ്റില്ല, അത്ര ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഈ പോപ്പുലർ മ്യൂസിക് എന്ന് പറയുന്നത് പൊട്ടയാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അയാൾക്ക് മ്യൂസിക്കിനെ കുറിച്ച് വലിയ ബോധമില്ല എന്നാണ് അതിനർത്ഥം. പക്ഷെ എപ്പോഴും പോപ്പുലർ മ്യൂസിക് എന്ന് പറയുന്ന സമയത്ത് അത് സിനിമ പാട്ട്, അത് ലളിതഗാനം, അത്രയേ ഉള്ളൂ, അതിങ്ങനെ പാടി നടക്കാം. മറ്റേതാണെങ്കിലോ ഈ കർണാടക സംഗീതം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി, അത് അവരൊക്കെ സംഗീതജ്ഞന്മാർ എന്നാണ് വിളിക്കുക. നമ്മളപ്പോഴേക്കും സംസ്കൃത പദാവലികളിലെ അവരെ കുറിച്ച് പറയുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പാട്ട് പാടുക എന്ന് പറയുന്നത് രണ്ടിലും അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആണ്, രണ്ടും സങ്കീർണമാണ്, രണ്ട് തരമാണെന്നേ ഉള്ളൂ. അതിലൊന്ന് നല്ലത് ഒന്ന് ചീത്ത എന്നില്ല. സ്റ്റുവർട്ട് ഹാള് പറയുന്ന അവസാനത്തെ ഒരു കാര്യം അതാണ്. സ്റ്റുവർട്ട് ഹാള് പറയുന്നത് എന്താന്ന് വെച്ചാൽ രണ്ടിലുമുണ്ട് നല്ലതും ചീത്തയും. ജനപ്രിയ സംഗീതത്തിലുമുണ്ട്, അല്ലെങ്കിൽ ജനപ്രിയ സംസ്കാരത്തിലുമുണ്ട്, വരേണ്യ സംസ്കാരത്തിലും രണ്ടിലും നല്ലതുണ്ട്, രണ്ടിലും ചീത്തയുമുണ്ട്. ഇതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ ആകാശവാണിയിൽ 10-35 കൊല്ലം വർക്ക് ചെയ്തതാണ്. മോശം കർണാടക സംഗീതം കേട്ട് മടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്തത്. അത് പലരും കേൾക്കുന്നില്ല. കർണാടക സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും ഒക്കെ നല്ലതാണെന്ന് വിചാരിച്ചാൽ അല്ലേ അല്ല, അതിൽ മോശം കൃതികൾ വരുന്നുണ്ട്. ലളിത സംഗീതത്തിൽ നല്ലതും വരുന്നുണ്ട്. അപ്പോ നല്ലതും ചീത്ത എന്ന് പറയുന്നത് രണ്ടും ഓരോ ജാനറിന് മാറ്റി വെക്കരുത്. ഏതായാലും എൻ്റെ ചിന്തകൾ തുടങ്ങി വെക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. എനിക്ക് ശേഷം വരുന്ന ആൾക്കാർ എൻ്റെ ചിന്തകളെ കുറച്ചുകൂടി ക്രമബദ്ധമാക്കി എന്താ പറയാ അക്കാഡമിക് ആക്കി മാറ്റുമെന്നുള്ള ഒരു ധാരണയാണ്. കാരണം ഒരു ആകാശവാണിക്കാരൻ്റെ ചില വേവറിങ്സും വാസിലേഷൻസും എൻ്റെ ചിന്തയിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയല്ല ഒരു അക്കാഡമിക് പണ്ഡിതന്റെ ഒരു രീതി എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കും ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ പറയുന്നു മാത്രം. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. വളരെ കൃത്യമായിട്ട് ആ വിഷയം അവതരിപ്പിക്കേണ്ട ആളെ തന്നെ ക്ഷണിച്ചതിലുള്ള ഒരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ഇന്നിവിടെ വന്നവർക്ക് അവരുടെ ആഗ്രഹത്തിന് അനുസൃതമായ വിധത്തിൽ തന്നെ ഈ വിഷയത്തെ ആഴത്തിൽ സ്പർശിക്കാൻ KM നരേന്ദ്രൻ സാറിന് സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം സ്ട്രോങ് മെഡിസിൻ എന്നൊരു നോവലിനെ കുറിച്ച്, ഹെയ്ലിയുടെ നോവലല്ലേ? അതെ 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 അതെ
അതെ, ഫെയിലിയുടെ അത് നമ്മൾ. correct, correct. നല്ല അപ്പൊ നോവലാണ് കേട്ടോ, ഇത് വായിക്കണം, അത് നല്ല അതെ നോവലാണ്. അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, ഞാനിപ്പോ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയല്ല, മലയാള വിമർശനത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ സാധാരണ കണ്ടു പഴകിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിന് പകരം അങ്ങേയറ്റം വിയോജനക്കുറിപ്പുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം, വാസ്തവത്തിൽ ഒരു പുസ്തകത്തിന്റെ പേര് മാത്രമല്ല, പൂർവ്വ പാഠങ്ങളോടുള്ള വളരെ സൂക്ഷ്മമായ എതിർവായനയാണ്. എന്റെ കൂടെ ഒരു കുട്ടി അദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശനത്തെ കുറിച്ച് PhD കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. എന്തായാലും നരേന്ദ്രൻ സാറ് ഇവിടെ എത്തി എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണത്തോട് പ്രതികരിച്ചുകൊണ്ട് ആദ്യം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി ഡോക്ടർ ജെയ്നി മോളാണ്. ടീച്ചറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഡോക്ടർ AM ഉണ്ണികൃഷ്ണ മാഷിന് ആദരം അർപ്പിച്ചുകൊണ്ട് ഉള്ള ഈ വെബിനാറിൽ എന്നെ കൂടി പങ്കാളിയാക്കിയതിൽ ഉണ്ണിമാഷിന് പ്രത്യേകം സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ ഡോക്ടർ AM ഉണ്ണികൃഷ്ണ മാഷ് നമ്മളോടൊപ്പം ഉണ്ടെന്ന് തോന്നുന്നു. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തിനും എൻ്റെ വിനീതമായ ആശംസകൾ അറിയിക്കുകയാണ്. ബഹുമാന്യനായ നരേന്ദ്രൻ സാറ് വളരെ വിശദമായി തന്നെ ജനപ്രിയ സാഹിത്യത്തിന്റെ, ജനപ്രിയ സംസ്കാരത്തിന്റെ സൈദ്ധാന്തികപരവും ചരിത്രപരവുമായ പ്രസക്തി എന്താണ് എന്ന് ഉദാഹരണ സഹിതം വളരെ വിശദമായി ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ജനപ്രിയ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്നത് ജനപ്രിയ സംസ്കാരം അല്ലെങ്കിൽ ജനപ്രിയ സാഹിത്യം രണ്ടാം കിടയാണ്, മൂന്നാം കിടയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് എങ്ങനെയാണ് സാഹിത്യത്തിനും സംസ്കാരത്തിനും എന്തൊക്കെ ദോഷങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എന്ന ഒരു വാദത്തിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഇത്രയും നേരം സംസാരിച്ചത്. ഈ വാദങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. വളരെ മികച്ച ഒരു പ്രഭാഷണമായിരുന്നു. വളരെ സന്തോഷം തോന്നി. 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല സർ. വളരെ സന്തോഷമുണ്ട് കേൾക്കാൻ സാധിച്ചത്. അപ്പോ സാറ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എങ്ങനെയാണ് ഈ ജനപ്രിയ രൂപങ്ങൾ സാഹിത്യത്തിലും സംസ്കാരത്തിലും കടന്നു വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ തുനിഞ്ഞിട്ടുള്ളവർക്ക് ഇതിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നമുക്ക് ഇതിനെ പൈങ്കിളി എന്നോ മൂന്നാം കിട എന്നോ മാറ്റി നിർത്താൻ, നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതിനെ മാറ്റി നിർത്തില്ല. എങ്ങനെയാണ് ഈ മലയാളത്തിലേക്ക് ജനപ്രിയ സാഹിത്യ രൂപങ്ങൾ കടന്നു വന്നത് എന്നതും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത്, സ്വാതന്ത്ര്യ സമരത്തിന്റെയും ലോകമഹായുദ്ധങ്ങളുടെയും ഒക്കെ കാലത്ത് പട്ടിണി മൂലം നരകിച്ച മനുഷ്യർക്ക് വിനോദ മൂല്യത്തിൽ ഊന്നുന്ന ഒരു ബദൽ സാഹിത്യം ആവശ്യമായിരുന്നു, അത്യാവശ്യമായിരുന്നു. അതിനെയാണ് നമ്മൾ ആദ്യം മുതൽ തന്നെ മാറ്റി നിർത്തി പരിശീലിച്ചത്. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ട്, മുൻധാരണ എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ മുൻധാരണ ഉണ്ടാവുന്നത് എന്നുള്ളത് നരേന്ദ്രൻ സാറ് പറഞ്ഞു തന്നു നമുക്ക്. മുൻധാരണയാണ് ഇതിന് കാരണം. പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകളാണ് നമ്മുടെ വിമർശകർ എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ മലയാളത്തിലെ വിമർശകരുടെ രീതി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. തുടക്കകാലം മുതൽ തന്നെ വിമർശനങ്ങളാണ് ജനപ്രിയ സാഹിത്യം വിമർശകരുടെ ഭാഗത്തു നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നരേന്ദ്രപ്രസാദ് സാറ് കടലാസിലെ വേശ്യാലയം എന്നാണ് ജനപ്രിയ സാഹിത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തായാട്ട് ശങ്കരൻ അഴുക്കുചാൽ സാഹിത്യം എന്നും N കൃഷ്ണപിള്ളയും M അച്യുതനും ഇക്കിളി സാഹിത്യം എന്നും ആണ് ജനപ്രിയ സാഹിത്യത്തെ നിർവചിച്ച് വെച്ചത്. അപ്പൊ ആദ്യകാല വിമർശകരിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജനപ്രിയ സാഹിത്യത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് മുണ്ടശ്ശേരി മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം മലയാളത്തിലെ ബെസ്റ്റ് സെല്ലറായിരുന്ന രമണന് അവതാരിക എഴുതിയത് അദ്ദേഹമാണ്. രമണൻ എഴുതിയ അവതാരികയിൽ ജനപ്രിയ സാഹിത്യത്തെ കുറിച്ച് സംസാരിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു അവതാരികയാണത്. എങ്ങനെയാണ് രമണൻ പോലുള്ള രചനകളെ വായനാലോകം സ്വീകരിച്ചത്, അതിന് തക്കതായ കാരണങ്ങൾ കൂടി അദ്ദേഹം നിരത്തുന്നുണ്ട്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ചടിയുടെ തുടക്കം മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ വെറും 977 പുസ്തകങ്ങൾ മാത്രമാണ് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. എന്നാൽ രമണൻ വന്നതോടുകൂടി രമണന് നമുക്കറിയാം പതിപ്പുകളിൽ നിന്ന് പതിപ്പുകളിലേക്ക്, മുണ്ടശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മധുര നാരങ്ങ വിറ്റഴിയുന്നത് പോലെ വിറ്റുപോയ ഒരു പുസ്തകമാണത്. അതിന്റെ അവതാരികയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബീച്ചിലും ബാൽക്കണിയിലും ബോട്ട് ജെട്ടിയിലും വണ്ടിത്താവളത്തിലും മടപ്പള്ളിയിലും മാളിക മച്ചിലും കുടിലിലും വയലിലും ഫാക്ടറിയിലും പടപ്പാളയത്തിലും കുറെ നാളായിട്ട് രമണനാണ് ഒന്നാം പാഠം എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ കൃതി വായനാലോകം സ്വീകരിച്ചത്? നമ്മൾ അന്നത്തെ സാക്ഷരതാ നിരക്ക് കൂടി നോക്കണം. എത്രയോ മിതമായ സാക്ഷരതാ നിരക്കുള്ള കാലത്താണ് ഈ കൃതി ഇത്രയധികം വിറ്റുപോയത്. അപ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കൃതികളെ വിമർശക ലോകം അംഗീകരിക്കുന്നില്ല എന്നാണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. ആ കൃതികളുടെ പ്രത്യേകതകളോ അല്ലെങ്കിൽ അവ പ്രസ്തുത കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആശകളും ആവശ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടോ, ഈ രീതിയിലൊക്കെയുള്ള പരിശോധന ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സാഹിത്യ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ജനപ്രിയ സാഹിത്യ ചരിത്രത്തെ കുറിച്ച് പറയുന്നില്ല. സംസ്കരണമാണ് ഉണ്ടായിട്ടുള്ളത്. ജനപ്രിയ സാഹിത്യത്തിന്റെ ഇഷ്ടരൂപമാണ് നോവൽ എന്ന് നമുക്കറിയാം. ഇപ്പൊ നോവലുകളെ കുറിച്ചുള്ള ധാരാളം സാഹിത്യ ചരിത്രങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവയിലൊക്കെയും ഈ ജനപ്രിയ കൃതികളെ എത്രത്തോളമാണ് പരിശോധിച്ചിട്ടുള്ളത്, ജനപ്രിയ നോവലുകളെ കുറിച്ച് ഈ സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ഇതിനെ ഒതുക്കിയിട്ടുള്ളത്. മലയാള നോവൽ സാഹിത്യ ചരിത്രങ്ങളിലെല്ലാം തന്നെ കേവല രസത്തിനു വേണ്ടി എഴുതപ്പെടുന്നവ എന്ന മട്ടിലുള്ള ഒരു വിവരണമല്ലാതെ ഈ നോവലുകളുടെ പ്രസക്തി എന്താണ്, മേന്മ എന്താണ് എന്നൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ എം അച്യുതൻ ജനപ്രിയ നോവലുകളെ വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നോവൽ വ്യവസായം എന്ന ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, കഞ്ചാവും കറുപ്പും കൊടുത്ത് മയക്കുന്നത് പോലെ സെക്സ് കൊടുത്ത് മയക്കുകയാണ് ഈ വക കൃതികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജനകീയമായി ഏറെ വായിക്കപ്പെടുമ്പോഴും ജനപ്രിയ സാഹിത്യം കലാപരമായി മികച്ചതാവില്ല എന്ന ഒരു മുൻധാരണ വെച്ചാണ് ജനപ്രിയ സാഹിത്യ രൂപങ്ങളെ വിമർശക ലോകം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ടെലിവിഷനും മൊബൈൽ ഫോണും ഒക്കെ വരുന്നതിന് മുമ്പ് ആഴ്ചപ്പതിപ്പുകളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളത് ഒളിച്ചു വെച്ചാണ് വായിക്കുക. അതുപോലെ പിന്നീട് സീരിയൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചലച്ചിത്ര ഗാനങ്ങൾ മൂളി നടന്നാൽ അവരെ പൈങ്കിളിയാക്കി മുദ്ര കുത്തുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് അപസർപ്പക നോവലുകളെ കുറിച്ചാണ്. രഞ്ജൻ സാർ ഇവിടെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജനപ്രിയ സാഹിത്യത്തിന്റെ ജനസിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പ്രസക്തിയുള്ള അല്ലെങ്കിൽ വൻ പ്രചാരം നേടിയ ഒരു സാഹിത്യ രൂപമാണ് അപസർപ്പക നോവലുകൾ. ഇവയുടെ തുടക്കകാലം മുതൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ അപസർപ്പക നോവലുകളെ നോക്കിക്കണ്ടിട്ടുള്ളത്, അതേസമയം പാശ്ചാത്യ നാടുകളിൽ എങ്ങനെയാണ് അപസർപ്പക സാഹിത്യത്തെ നോക്കിക്കണ്ടിട്ടുള്ളത്, ഈ വ്യത്യാസം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സാഹിത്യത്തെ നമ്മൾ ഉയർന്നത് താഴ്ന്നത് എന്ന ഒരു വേർതിരിവിൽ ഒതുക്കിയത് കൊണ്ട് ഇതിന്റെ ചരിത്രത്തെയോ ഇതിന്റെ ഒരു ഭാവുകത്വ പരിണാമത്തെ കുറിച്ചോ ഒന്നുമുള്ള ഒരു ചർച്ചയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ മുഖമില്ലാത്ത തൊഴിലാളികളായിരുന്നു അപസർപ്പക നോവലിസ്റ്റുകൾ. പക്ഷെ പിന്നീട് ഈ അടുത്ത കാലത്ത് അതിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാലത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മലയാളത്തിലും കുറ്റാന്വേഷണ നോവലുകളുടെ വരവ് തീരെ കുറഞ്ഞു പോയിരുന്നു. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്, ആവർത്തനങ്ങളും മറ്റും നമുക്ക് കാരണമായിട്ട് പറയാൻ ഒരുപാട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും അപസർപ്പക നോവലുകൾക്ക് മലയാളത്തിൽ നിലനിൽപ്പില്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. പിന്നീട് ഈ അടുത്ത കാലത്താണ് നമ്മുടെ അപസർപ്പക നോവൽ സാഹിത്യം ഒരു തിരിച്ചുവരവ് നടത്തിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പക്ഷേ അവരത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ജനപ്രിയ മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുന്ന ഒരു രീതിയൊക്കെ ഈ നോവലിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇപ്പോ വിദേശ മാതൃകയിൽ പോസ്റ്ററുകളും ട്രെയിലറുകളും ഒക്കെ ആയിട്ടാണ് ലാജോ ജ്യൂസിന്റെ കോഫി ഹൗസ്, ഹൈഡ്രേഞ്ചിയ പോലുള്ള മലയാളത്തിലെ ബെസ്റ്റ് സെല്ലറുകളായ ഈ അടുത്ത കാലത്ത് ഹിറ്റായ നോവലുകളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ട്രെയിലറുകളും മറ്റും പുറത്തിറങ്ങുന്നത് പോലെ നോവലുകൾക്കും മറ്റും അത്തരം മാർക്കറ്റും സാധ്യതകളും ഒക്കെ തേടുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ അതിജീവിക്കാനായിട്ട് മറ്റ് ജനപ്രിയ മാധ്യമങ്ങളെയൊക്കെ ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ, റീലുകളിലൂടെയൊക്കെ ഇത്തരത്തിൽ മറ്റു മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയയൊക്കെ കൂട്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. എന്തായാലും ജനപ്രിയമായ അപസർപ്പക നോവലുകൾ ഇന്ന് ഒരു തിരിച്ചുവരവിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ധാരാളം മികച്ച കൃതികൾ ഇപ്പോൾ കുറ്റാന്വേഷണ മേഖലയിലുണ്ട്. അതുപോലെ ധാരാളം മികച്ച എഴുത്തുകാർ, ടി പി രാജീവൻ, അൻവർ അബ്ദുള്ള, ടി ഡി രാമകൃഷ്ണൻ, ജിസ ജോസ്, ശ്രീ പാർവതി, ഇങ്ങനെ നമുക്ക് സ്ത്രീകളടക്കമുള്ള ഒരു ലിസ്റ്റ്, ഒരു മികച്ച എഴുത്തുകാർ, മികച്ച കൃതികളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോ ഇത്തരത്തിൽ അപസർപ്പക സാഹിത്യം തിരിച്ച് വരുന്നുണ്ട്. അതുപോലെ നരേന്ദ്രൻ സാറ് പറയുമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ് മാധ്യമ കേന്ദ്രിതമായ സംസ്കാര പഠനങ്ങൾക്കും വിശകലനങ്ങൾക്കും വലിയ പ്രസക്തിയാണ് പുതിയ കാലത്തുള്ളത്. സാർ അത് പറയുന്നു ഞാൻ വിചാരിച്ചു. മലയാളത്തിൽ മാധ്യമങ്ങളുടെ ജനപ്രിയ സംസ്കാര സ്വഭാവങ്ങൾക്ക് ശ്രദ്ധ ലഭിക്കുന്നത് സമീപ കാലത്താണ്, അധിക പഴക്കമൊന്നുമില്ല. അതുമാത്രമല്ല, വെബ് സീരീസുകള്, റീലുകള്, വിവിധ മ്യൂസിക് പ്ലാറ്റ്ഫോമുകള്, പോഡ്കാസ്റ്റുകള്, ബ്ലോഗുകള് തുടങ്ങിയ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ മലയാളിയുടെ ആസ്വാദനത്തെയും വായനാ നിലവാരത്തെയും ഒക്കെ ഇന്ന് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇതിവൃത്തത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആ പഴയ രീതി അതൊക്കെ മാറിക്കഴിഞ്ഞു. പുതിയ കാലത്ത് കൂടുതൽ പരീക്ഷണാത്മക മാതൃകകളെ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ സാധിക്കുന്നത്. അത് സാഹിത്യത്തിലും ജനപ്രിയ സംസ്കാര രൂപങ്ങളിലും എല്ലാം അത് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ജനപ്രിയ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങളെ നമുക്ക് നിർവചിക്കാൻ പോലും ആവാത്ത വിധം വളരെയധികം മുന്നോട്ട് പോയ ഒരു കാലമാണ്. അപ്പോ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒന്നാം കിട, വരേണ്യം, രണ്ടാം കിട, പൈങ്കിളി എന്നൊന്നും തരംതിരിച്ച് ഇതിന്റെ ദോഷങ്ങളിൽ മാത്രം ഊന്നിക്കൊണ്ട് കാലം കളയാതെ ജനസാമാന്യത്തിന്റെ ജീവിതത്തിൽ ജനപ്രിയ സാഹിത്യത്തിന്റെ, ജനപ്രിയ സംസ്കാരത്തിന്റെ പ്രസക്തി എന്താണ്, അതിന്റെ ഗുണദോഷ വശങ്ങളെ കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ ജനപ്രിയ സാഹിത്യ രചനകൾ അതത് കാലത്തോടും സമൂഹത്തോടും ഏതെല്ലാം രീതിയിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്, അവ സാഹിത്യ സാംസ്കാരിക പരിസരത്ത് എന്തെന്ത് ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ച ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനിയും അത്തരത്തിലുള്ള ധാരാളം ചർച്ചകൾ ഉണ്ടാകട്ടെ. ഏതായാലും ഇത്തരം ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത ഉണ്ണികൃഷ്ണൻ മാഷിനും ഗവേഷണ കൂട്ടത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. നിശ്ചിതമായ സമയപരിധിക്കുള്ളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ടീച്ചറിനോട് നന്ദി പറയുന്നു. അടുത്തതായിട്ട് സംസാരിക്കുന്നത് മലയാളത്തിലെ പുതിയ തലമുറയിലെ വിമർശകരിൽ ഏറെ ശ്രദ്ധേയനായ, ഈ അടുത്ത കാലത്ത് ഡൽഹി സർവകലാശാലയിൽ മലയാള വിഭാഗത്തിൽ അധ്യാപകനായി നിയമിതനായ പ്രിയ സുഹൃത്ത് ഡോക്ടർ പി ശിവപ്രസാദ് ആണ്. ശിവപ്രസാദിനെ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ ഒരു ജനാധിപത്യപരമായ ഒരു ചർച്ചയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച പോലെ ഉണ്ണികൃഷ്ണൻ സാറ് എപ്പോഴും നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നതും അതുതന്നെയാണ്. വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് വ്യത്യസ്തമായ നിലയിലും കാര്യങ്ങൾ കാണണം, സംസാരിക്കണം എന്ന ഒരു നിലപാട് എക്കാലവും സാറ് ക്ലാസ്സുകളിലും ഉയർത്തിപ്പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് സാറിനോടുള്ള സ്നേഹവും ആദരവും ഇത്രത്തോളം ഒരു വൈജ്ഞാനിക സംവാദത്തിനുള്ള ഒരു അവസരമായി മാറിയത്. തീർച്ചയായിട്ടും ഡോക്ടർ പി ശിവപ്രസാദ് സാറ് സംസാരിക്കുന്നു. അതിനുശേഷം ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. അതിനുശേഷം നരേന്ദ്രൻ സാറ് അവസാനം നമ്മളോട് ആകെ ഒന്ന് സംസാരിച്ച് അവസാനിപ്പിക്കും.
ശിവപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഉണ്ണികൃഷ്ണ മാഷിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കെ നരേന്ദ്രൻ മാഷ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രബന്ധം, അത് അദ്ദേഹം സ്വയം അവകാശപ്പെട്ടത് ഞാൻ ഒരു നോൺ അക്കാഡമിഷ്യൻസ് എന്നാണ്. പക്ഷേ അവതരണം കൃത്യമായിട്ടും ഒരു അക്കാഡമിക് തലത്തിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഈ ജനപ്രിയ സാഹിത്യത്തെക്കുറിച്ച് മലയാളത്തിലെ സാഹിത്യ വിമർശകരുടെ നിലപാട് എന്തായിരിക്കും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം അത് യൂറോപ്യൻ ചിന്തകരിൽ ഒതുക്കി. അതിനുശേഷം വന്നിട്ടുള്ള പാനലിസ്റ്റ് ടീച്ചർ മലയാളത്തിലെ ഒരു ഘട്ടത്തിലുള്ള സാഹിത്യ വിമർശകരുടെ ജനപ്രിയ സാഹിത്യത്തോടുള്ള നിലപാടുകൾ വ്യക്തമാക്കി. അപ്പൊ എനിക്കതിൽ തുടർച്ചയായിട്ട് പറയാനുള്ള കാര്യമാണ്, ഈ സാഹിത്യ ആസ്വാദനത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പരിണാമത്തെ മുൻനിർത്തിയിട്ട് നമ്മൾ ജനപ്രിയ സാഹിത്യത്തെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആസ്വാദനം എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ മാറ്റം ഈ അടുത്ത കാലത്തെ സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ഞാൻ മുമ്പെഴുതിയിട്ടുള്ള ഒരു പഠനത്തിന്റെ ഒരു ഭാഗം തന്നെയാണിത്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അങ്ങേയറ്റം സുതാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഇന്റർനെറ്റിന്റെ ഉപയോഗം, സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം, അങ്ങനെ ഒരുപാട് സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം മൂലം നമ്മുടെ സമൂഹത്തിൽ സുതാര്യത മാത്രമേ ഉള്ളൂ, ഒരു രഹസ്യാത്മകത നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മലയാളത്തിലെ എഴുത്തുകാരെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അവർ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ജനപ്രിയ സാഹിത്യത്തിന്റെ ചില എലമെന്റ്സുകൾ ഫോളോ ചെയ്തുകൊണ്ടാണ്. ഇപ്പം മനസ്സിലാക്കുന്ന കാര്യം, നരേന്ദ്രൻ സാറിന്റെ ആ ടോക്ക് കേട്ടപ്പോൾ എനിക്ക് പുതിയ തോന്നിയിട്ടൊരു ആശയമാണിത്. അതായത് പുതിയ എഴുത്തുകാർ ഈ ഒരു രഹസ്യാത്മക നഷ്ടപ്പെട്ടിട്ടുള്ള ഈ സമൂഹത്തെ, കെട്ടുകഥകളെക്കാൾ വിചിത്രമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുള്ള ഒരു സമൂഹത്തെ, അതുപോലെ സാരാംശം പൂർണ്ണമായും ചോർന്നു പോയിട്ടുള്ള അനുഭവത്തെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പുതിയ കാലത്തെ എഴുത്തുകാർ സ്വീകരിക്കുന്നത് അങ്ങേയറ്റം ജനപ്രിയമായിട്ടുള്ള ചില സാഹിത്യ കൃതികളുടെ അല്ലെങ്കിൽ സിനിമകളുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാരൂപങ്ങളുടെയൊക്കെ എലമെന്റ്സുകൾ ഫോളോ ചെയ്തിട്ടാണ് അവർ പുതിയ സാഹിത്യം രചിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക് തൽക്കാലം നിർത്തുകയാണ്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ചെറുകഥ നോക്കുക. ഈ ചെറുകഥകളിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചെറുകഥകളിൽ, അടുത്ത കാലത്ത് എന്ന് കുറച്ചു മുമ്പ് 90ക്ക് ശേഷം ഉണ്ടായിട്ട ചെറുകഥകളിൽ പി മുരളിയുടെ ഒരു കഥയുണ്ട്, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ള കഥ. നമുക്കൊക്കെ അറിയാം, ആ കഥ വായിച്ചതാണ്. ഈ കഥയിൽ ആ കഥ പറയുന്ന രീതി, ആഖ്യാനം എന്ന് പറയുന്നത് ഒരു ജനപ്രിയ സാഹിത്യത്തിന്റെ കുട്ടിക്കഥകളുടെ ബാലരമ, ബാലമംഗളം തുടങ്ങിയിട്ടുള്ള ആ കഥകളുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കഥ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ബാലമംഗളം പോലെ, ഒരു ബാലരമ പോലെ ആ ഒരു ആഖ്യാനത്തിൽ നിന്നുകൊണ്ട് ആ കഥ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ അത് അവസാനിപ്പിച്ചാലും ആ കഥ മുന്നോട്ട് വെക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെ കുറിച്ച് അല്പം കൂടി ഉപരിപ്ലവമായിട്ടല്ലാതെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആ ആഖ്യാനത്തിന്റെ പുതുമ മനസ്സിലാക്കുക. വാസ്തവത്തിൽ ഒരു മാനസിക വികാസം വളർച്ചയെത്താത്ത ഒരു പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പൊ അവിടെ തൊട്ട് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കുട്ടിയുമായിട്ട് സംസാരിക്കുകയും അങ്ങേയറ്റം ശ്രദ്ധയോട് കൂടിയിട്ടാണ് അച്ഛനും അമ്മയും ആ കുട്ടിയെ നോക്കുന്നത്. പക്ഷെ ഏതൊരു ഘട്ടത്തിൽ ഈ അച്ഛനും അമ്മയും ഉറങ്ങിപ്പോയപ്പോൾ ഈ പെൺകുട്ടി ഈ പുതിയ പരിചയപ്പെട്ടുള്ള ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു കഥയാണത്. അപ്പൊ ആ കഥയിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ മുഴുവൻ ബാലരമയിലെ കഥയാണ്, ബാലരമയിലെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കുട്ടൂസിന്റെയും ഡാക്കിനിയുടെയും ഒക്കെ ആയിട്ട്. അപ്പൊ ഈ കഥയുടെ ആഖ്യാനം എന്ന് പറയുന്നത് ജനപ്രിയ സാഹിത്യത്തിന്റെ ആഖ്യാനമാണ്. പക്ഷെ അത് അവസാനിക്കുമ്പോൾ, ആ കഥ അവസാനിക്കുന്നത് ആ ചൂളം വിളിച്ചുകൊണ്ട് ആ തീവണ്ടി പാഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത്. അപ്പൊ ഈ ചൂളം വിളി യഥാർത്ഥത്തിൽ ആ തീവണ്ടിയുടേതല്ല, പകരം അച്ഛനും അമ്മയുടെയും താണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ ഒന്ന് പിടിച്ചിട്ടിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കെട്ടുകഥകളെക്കാൾ വിചിത്രമായ യാഥാർത്ഥ്യമാണ് അവിടെയുള്ളത്.
അങ്ങനെയുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വായനക്കാരെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ എഴുത്തുകാർ ആ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുതിയ കാലഘട്ടത്തിലെ എഴുത്തുകാർ ഒരിക്കലും വികാര തീവ്രമായിട്ട് അനുഭവങ്ങളെ സ്വീകരിക്കാറില്ല. വൈകാരികമായിട്ടുള്ള തീവ്രത വെച്ചുകൊണ്ട്, നാടകീയമായ ധ്വനിയൊലിപ്പിച്ചുകൊണ്ട് വികാര തീവ്രമായിട്ട് പുതിയ കഥകൾ നമ്മൾ കാണുന്നില്ല, പുതിയ സാഹിത്യം നമ്മൾ അങ്ങനെ കാണുന്നില്ല. പകരം ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. കാരണം നല്ല സുതാര്യതയുടെയാണ്, ട്രാൻസ്പെറൻസ് ഏജ് എന്ന് പറയും നമ്മളതിന്. കാരണം ഒരു രഹസ്യവും നമുക്കിനി ഒളിച്ചു വെക്കാനില്ല, എല്ലാം നമ്മൾ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഒരു പുറത്തായിട്ടുള്ള, ഈ രഹസ്യാത്മകതയൊക്കെ പുറത്തായിട്ടുള്ള, ഈ ഒരു കെട്ടുകഥകളൊക്കെ വിചിത്രമായിട്ടുള്ള യാഥാർത്ഥ്യമുള്ള, സാരാംശം മുഴുവൻ ചോർന്നു പോയിട്ടുള്ള ഈ സമൂഹത്തെ, ഈ ഒരു അനുഭവത്തെ ആവിഷ്കരിക്കാൻ അതിനേക്കാൾ സാരാംശം ചോർന്നു പോയിട്ടുള്ള ആഖ്യാനത്തിലൂടെയാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഇതൊരു ഒരു വിഷവൈദ്യത്തിന്റെ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അപ്പം വിഷം ഇറക്കുവാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ തീവ്രതയുള്ളൊരു വിഷം കുത്തിവെച്ചിട്ടാണല്ലോ പൊതുവെ വിഷം ഇറക്കുക. ഇതുപോലെ തീവ്രത നഷ്ടപ്പെട്ടുള്ള അനുഭവങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ തീവ്രത നഷ്ടപ്പെട്ടിട്ടുള്ള ആഖ്യാനം കൊണ്ടുവരിക. ഇപ്പൊ ഉദാഹരണമായിട്ട് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ളത് പോലെ തന്നെ ലീല എന്നുള്ള കഥ, നമ്മുടെ ഉണ്ണിയാറിന്റെ ലീല എന്നുള്ള കഥ എടുക്കുക. ഈ കഥയില് നമ്മൾ കഥയൊക്കെ വായിച്ചതാണ്, സിനിമ കണ്ടതാണ്. സിനിമ എൻ്റെ അഭിപ്രായത്തിൽ അത് കഥയോട് നീതി പുലർത്തിയിട്ടില്ല, അത് വേറെ കാര്യം, അത് വേറെ വിഷയമാണ്. പക്ഷെ ആ കഥയുടെ ആഖ്യാനം, ആ കഥക്ക് സക്രിയുടെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കഥയുണ്ടല്ലോ, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതം, ആ കഥയുമായിട്ട് ബന്ധമുണ്ട്, അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും ആ കഥയുടെ ഭാഷ എന്ന് പറയുന്നത് രതികഥകളുടെ ഭാഷയാണ്. രതികഥകളുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയൊരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് ലീല എന്നുള്ളത്. ആ കഥയുടെ അവസാനം എന്ന് പറയുന്നത് അതായത് തൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ലൈംഗികാസക്തി വിടനായിട്ടുള്ളൊരു നായകനാണ്. പക്ഷെ ലൈംഗികാസക്തി പരീക്ഷിച്ച് അത് ആനയുടെ ഇടയിൽ കൊണ്ടുവരുന്ന, അപ്പോൾ ഭീമാകാരമായി വളർന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ കാമാസക്തിയെ ഇത്രയും ലളിതമായിട്ട്, അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ലാളിത്യവും അതുപോലെ തന്നെ സുതാര്യതയും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ കഥ അവിടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ജനപ്രിയ സാഹിത്യത്തിന്റെ എലമെന്റ്സുകളാണ്. അപ്പൊ ഇങ്ങനെ ജനപ്രിയ സാഹിത്യം മാറ്റി നിർത്തപ്പെടുകയല്ല മലയാളത്തിൽ ഉണ്ടാവുന്നത്. അതിന്റെ ചില ഘടകങ്ങൾ, അതിന്റെ ചിലതായിട്ടുള്ള ചില സങ്കല്പനങ്ങൾ, ചില ആഖ്യാന രീതികൾ എങ്ങനെ മലയാള സാഹിത്യത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസ് എട്ടിക്കോര നോവൽ ഘട്ടത്തിൽ പറയുകയാണ്, നോവലിന്റെ ആജൻസി പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ടും ജനപ്രിയ സാഹിത്യത്തിന്റെ എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ നോവലാണ് സംഭവം. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാഹിത്യകൃതികൾ ഈ മലയാളത്തിൽ ഈ ജനപ്രിയ സാഹിത്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം ജനപ്രിയ സാഹിത്യത്തെ അതുപോലെ സ്വീകരിക്കലല്ല, പകരം ആ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തെ പൂർണ്ണമായിട്ടും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ വേറൊരു ഉദാഹരണം, ഇപ്പൊ ഈ സന്തോഷ് കുമാറിന്റെ ചാവുകളി എന്നുള്ള ഒരു കഥയുണ്ട്. ഞാൻ ഈ പറയുന്നത് ഉദാഹരണങ്ങളിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന പോയിന്റ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചാവുകളി എന്നുള്ള കഥ വായിക്കുമ്പോൾ ഒരു തമിഴ് പാണ്ഡ്യ സിനിമകളുടെ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പാണ്ഡ്യ സിനിമകൾ കാണുന്ന അടിയും ഇടിയൊക്കെ ഉള്ള ഒരു ഭാഷയുണ്ടല്ലോ, പക്ഷെ അങ്ങേയറ്റം ഗൗരവമായിട്ടുള്ള വിഷയമാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ അവതരിക്കുന്ന ഭാഷ ആയിക്കൊള്ളട്ടെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനപ്രിയ സിനിമകൾ, അതും പറഞ്ഞിട്ടുള്ള തട്ടുപൊളിപ്പൻ സിനിമകളുടെ ഭാഷ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് എസ് ഹരീഷിന്റെ കഥകളാണ്. ഇപ്പൊ എസ് ഹരീഷിന്റെ ഏത് കഥ എടുത്താലും നമുക്ക് ഈ ഒരു ജനപ്രിയ സാഹിത്യത്തിന്റെ ഒരു എലമെന്റ്സ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ അടുത്ത കാലത്ത് അല്ല, മുൻപിറങ്ങിയിട്ടുള്ള കഥകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഈ എലമെന്റ്സുകൾ ഉപയോഗിച്ചാണ് ഇത് കഥ വരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലെ കഥയായാലും നോവലായാലും ഒക്കെ തന്നെ ജനപ്രിയ സാഹിത്യത്തെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുകൂടി നമ്മൾ ഇതിന്റെ ഭാഗമായി ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നരേന്ദ്ര സാറ് പറഞ്ഞതിന്റെ അനുബന്ധമായിട്ട് പറയുകയൊന്നുമല്ല, ഞാനതിന്റെ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ ഈ വരേണ്യ സാഹിത്യം എന്നൊക്കെ പറയുന്നത് എനിക്ക് യോജിപ്പില്ല കേട്ടോ. നരേന്ദ്ര സാറിന്റെ ആ ഒരു വിയോജിക്കുകയാണ്. വരേണ്യ സാഹിത്യം ഒരു ഭാഗത്ത്, ജനപ്രിയ സാഹിത്യം വേറെ ഭാഗത്ത്, അതൊക്കെ ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു അടുത്ത വർഷത്തിന്റെ ഒരു സ്ഥിരമായിട്ടുള്ള പാറ്റേൺ. അതൊന്നും നമുക്ക് ഇനിയും ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ജോലി ചെയ്യുന്നത് 11 ഭാഷകൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഈ ഭാരതത്തിലെ. ഈ 11 ഭാഷകളിലേക്കും സാഹിത്യം പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ ഈ സാഹിത്യമൊക്കെ വെറുതെ ഒന്ന് നോക്കി അവരെന്താണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്, എന്താണ് ഇവരുടെ കണ്ടന്റ് നോക്കിയപ്പോൾ ഇവരുടെ ഈ കേരളം വിട്ട് മറ്റുള്ള ഒരു സംസ്ഥാനത്തും ഈ പറയുന്ന ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ജനപ്രിയ സാഹിത്യം, അതുപോലെ തന്നെ ഈ പറഞ്ഞ മാർക്സിയൻ തിയറിയൊന്നും അവർ പഠിപ്പിക്കുന്നു അവർക്ക് തന്നെ ചിന്തയില്ല. പകരം അവരുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള സാഹിത്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ കന്നഡത്തിലായാലും തമിഴ്നാട്ടിന്റെ ഒരു കൾച്ചർ വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വിടുന്നത് ഇപ്പൊ മണിപ്പൂരി സാഹിത്യം,
മണിപ്പൂരി സാഹിത്യം ഞാൻ എൻ്റെ സുഹൃത്ത് അധ്യാപകൻ മണിപ്പൂരി സാഹിത്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അവരുടേതായിട്ടുള്ള അനുഭവ ലോകം വേറെയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഈ മണിപ്പൂർ നോർത്ത് ഈസ്റ്റ് ആ ഭാഗം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കേരളത്തിലെ ചെറിയൊരു വിഭാഗത്തെ മുൻനിർത്തിയിട്ട് നമ്മൾ നേരിട്ട് യൂറോപ്പിൽ നിന്ന് തിയറി ഇറക്കുമതി ചെയ്യുന്നു, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. അതിന് പകരം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും, നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് തിയറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടുന്ന് വരേണ്ട സാഹിത്യം എന്നുള്ള ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു തിയറിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. എനിക്ക് യോജിപ്പേ ഇല്ല കാര്യത്തിൽ. പകരം നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഒരുപാട് ഓരോ കൾച്ചർ വ്യത്യസ്തമാണ്. ആ കൾച്ചറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സാഹിത്യത്തെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അല്പം കൂടി നമ്മുടെ സാഹിത്യത്തെ മുന്നോട്ട് കൊണ്ടുവരും. ഇപ്പോഴും ഈ ജർമ്മനിയിലും യൂറോപ്പിലും സംഭവിച്ച കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് മാറ്റി പറഞ്ഞതുപോലെ നമ്മുടെ സാമന്ത സാഹിത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സാമന്ത സാഹിത്യം മാറിയിട്ട് നമ്മൾ നമ്മുടേതായിട്ട് കൾച്ചറിന്റെ ഭാഗമായിട്ട് സാഹിത്യത്തെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ആശയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജനപ്രിയ സാഹിത്യത്തിന്റെ എലമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സാഹിത്യ കൃതികളുടെ രൂപവും ഭാവവും നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആസ്വാദനം എന്ന് പറയുന്നുള്ള നമ്മുടെ പുതിയ കാലത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതും കൂടി ഇതിന്റെ ഭാഗത്ത് ഉൾക്കൊള്ളിക്കണം. ഈ പുതിയ കാലഘട്ടത്തിന്റെ ട്രെൻഡ് ഈ അടുത്ത കാലത്താണ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ DJ സംസ്കാരം. നമുക്കതറിയാം. ഇപ്പൊ നമുക്ക് ഒരു കല ആസ്വദിക്കുന്നത് ഏകാന്തമായിട്ട് ആസ്വദിക്കുക. ഒരാൾ ഒരു പാട്ട് പാടുന്നു, നമ്മളത് ഏകാന്തമായിട്ട് ആസ്വദിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ ചിത്രം വരയ്ക്കുന്നു, നമ്മളത് ആസ്വദിക്കുന്നു. നമ്മുടെ ഒരു ഏകാന്തത ഒരു ആസ്വാദനത്തിൽ ഉണ്ടായിരുന്നു, ഒരു വൈയക്തികത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് DJ സംസ്കാരം വന്നപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പൊ നമ്മൾ ഒരു കലോത്സവത്തിൽ, ഒരു സ്കൂളിലെ കലോത്സവത്തിൽ, ആ കലോത്സവത്തിലുള്ള പാട്ടുണ്ട്, ഡാൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളുടേതായിട്ടുള്ള ഒരു DJ പാർട്ടി ഉണ്ട്. മീൻസ് അവര് സ്വന്തമായിട്ട് ആസ്വദിച്ച് തുള്ളുക, ഒരു പാട്ട് വെച്ച് തുള്ളുക എന്നുള്ളത്. അപ്പം അവർ കൂടി പങ്കെടുക്കുന്ന ഒരു ആസ്വാദന ബോധത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. നമ്മളിപ്പം നേരിട്ട് ദൂരെ നിന്ന് കാണുകയോ ആസ്വദിക്കുകയോ ചെയ്യുകയല്ല, നമ്മൾ കൂടി ഈ ആസ്വാദനത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിൽ നമ്മുടെ സമൂഹം, നമ്മുടെ പുതുതലമുറ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ആസ്വാദന ബോധത്തെ തങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ട്, കായികമായും മാനസികമായിട്ടും തങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ട് ആസ്വദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ സാഹിത്യ വിമർശകർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ഞാൻ പൊതുവെ ചോദിക്കുകയാണ്. നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ട കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യാം? ആസ്വാദനം എന്നുള്ളത് ഒരു ഏകാന്തമായി നിൽക്കുന്ന ആസ്വാദനമല്ല ഇപ്പോഴും. പകരം അവർ കൂടി ഉൾക്കൊള്ളുന്ന, അവരെ കായികമായിട്ടും മാനസികമായിട്ടും അവർ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് അവരുടെ ആസ്വാദനം മാറിയപ്പോൾ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടേ? ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഉണ്ണികൃഷ്ണൻ പക്ഷേ സമയമുണ്ടോ? ഇല്ലെങ്കിൽ ഞാനത് നിർത്തുകയാണ്. ഞാൻ 1-2 പോയിന്റ് കൂടി പറയാനുണ്ടോ? 1-2 പോയിന്റ് കൂടെ പറയാം. ഓക്കെ. ഇപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സങ്കേതമുണ്ടല്ലോ. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് അങ്ങേറ്റം എന്താ പറയേണ്ടത്, കലാവിരുദ്ധമായിട്ടുള്ള, സാഹിത്യവിരുദ്ധമായിട്ടുള്ള ഒരു സങ്കേതത്തെ ഏറ്റവും നന്നായി പൊളിച്ചു കൊടുത്തത് ഒരു സിനിമയാണ്. ഒരു ജനപ്രിയ സിനിമ എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്കത്. അപ്പൊ എന്താണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്? അങ്ങനെ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് കലാസൃഷ്ടി ഉണ്ടാകുന്നു. അത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഈ മഹാകാവ്യത്തിന്റെ ഘടനയിലേക്ക് പോവുകയല്ലേ. മഹാകാവ്യം എന്ന് പറയുന്ന നായകൻ സുന്ദരനായിരിക്കണം, നായകൻ ധീരോദത്തനായിരിക്കണം, നായകന് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, നായിക ഇങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ ഇത്തരം കുറെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള മഹാകാവ്യ സങ്കല്പത്തിന്റെ മറ്റൊരു വേർഷനാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു തിയറിയുടെ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിന്റെ പൊള്ളത്തരത്തെ ഏറ്റവും മനോഹരമായി പൊളിച്ചു കൊടുത്തിട്ടുള്ളത് ഈ സാറാസ് എന്ന് പറയുന്നൊരു സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാറാസ് എന്നുള്ള സിനിമ. ആ സിനിമയിൽ ഈ ഒരു നായകൻ, സിനിമ ഷൂട്ടിംഗ് ആണ് ഒരു രംഗം. ആ നായകൻ അഴകിയ രാവണനായിട്ട് വരികയാണ്. അദ്ദേഹം ഒരു കടല വറക്കുന്ന സീനാണ് എടുക്കേണ്ടത്. അപ്പൊ ആദ്യം ഇദ്ദേഹത്തെ വന്ന് കടല വറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വാച്ച് കെട്ടിയിരുന്നു. അപ്പൊ വാച്ച് കിട്ടിയപ്പോഴേ ഈ സംവിധായകൻ പറയുകയാണ്, സാർ തൊട്ട് മുന്നിലെടുത്ത സീനിൽ പിന്നെ വാച്ചില്ല, കയ്യിൽ വാച്ചില്ല, അതുകൊണ്ട് ഇത് ഒരു കണ്ടിന്യൂറ്റി പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ആ നായകൻ പറയുന്ന, അല്ലെങ്കിൽ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മോളെ ശ്രദ്ധിക്കണം, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതുകൊണ്ട് ഒരാൾക്ക് ഒരു കടല വറക്കുന്ന ഒരാൾക്ക് വാച്ച് കിട്ടിക്കൂടാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ സത്യത്തിൽ ഈ സംവിധായകർ പറഞ്ഞിട്ടുള്ളത് കണ്ടിന്യൂറ്റി, അത് കലാപരമായിട്ടുള്ള ഒരു അനൗചിത്യം ഉണ്ട് അവിടെ. കാരണം തൊട്ട് മുന്നിലുള്ള ആ സീനിൽ വാച്ച് കിട്ടിയിട്ടില്ല. അപ്പൊ വീണ്ടും അതിപ്പോ ഒരു കലാപരമായിട്ടുള്ള ഒരു അനൗചിത്യമാണ്. പക്ഷെ ഇവിടെ പറയുന്നതാണ് അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയിട്ട് നടന്നു. ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നിടത്തുള്ള അങ്ങേറ്റം വഷളത്തരമായിട്ടുള്ള ഒരു കാര്യത്തെ പോലും ജനപ്രിയ സാഹിത്യം വളരെ കൃത്യമായിട്ട്
അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അത് പൊളിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അതിന്റെ ഒരു നമുക്കത് സാഹിത്യ വിമർശകർക്ക് പോലും കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ. അപ്പോൾ ഈ ജനപ്രിയ സാഹിത്യത്തിന്റെ അകത്ത് തന്നെ ഇത്തരം ചില ഗൗരവമായിട്ടുള്ള കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പോലും ഞാൻ ഈ പറഞ്ഞ സംസ്കാര വിമർശനം നമ്മൾ തൊട്ടിട്ടില്ല. സംസ്കാര വിമർശനത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അത് മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അപകടത്തിന്റെ ഒരു വലിയൊരു ഭാഗമുണ്ട്. അതും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, സംസ്കാര വിമർശനത്തെ കുറിച്ചിട്ട് ഡോക്ടർ VC ശ്രീജൻ തുടക്കത്തിൽ തന്നെ, അതായത് 2000-ന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സംസ്കാര വിമർശനം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢോദ്ദേശത്തോടു കൂടി ഇറക്കുമതി ചെയ്ത സാഹിത്യമാണ് സംസ്കാര വിമർശനം. കാരണം യൂറോപ്പിൽ ഉള്ള ഒരു സംസ്കാര വിമർശനം കേരളത്തിലേക്ക്, ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടുത്തെ സംസ്കാരപരമായിട്ടുള്ള ശൈഥില്യത്തെ വളർത്തുകയല്ലാതെ ഒരിക്കലും അതിനെ സമന്വയിപ്പിക്കുന്നില്ല. അത് വളരെ ഗൂഢോദ്ദേശത്തോടു കൂടി ഇറക്കുമതി ചെയ്തതാണ് എന്ന് VC ശ്രീജൻ പറയുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ സാഹിത്യ വിമർശനം നമ്മളിപ്പോൾ അല്പം കൂടി രൂക്ഷമായ ഭാഷയിൽ എതിർക്കപ്പെടേണ്ടത്. ഇപ്പൊ സാഹിത്യകാരന്മാർ കൃതികളിലേക്ക് നമ്മൾ എതിർക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എതിർക്കുന്നത് ഒരു എഴുത്തുകാരന്റെ വ്യക്തിത്വത്തെയല്ല, പകരം അദ്ദേഹത്തിന്റെ നിലപാടുകളെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളിലെ വ്യത്യസ്തമായിട്ടുള്ള അതൊക്കെ വെച്ചുകൊണ്ട് എതിർക്കുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് ഈ എന്റെ സാഹിത്യ വിമർശനങ്ങൾ പലപ്പോഴും ഈ രൂക്ഷമായിട്ടുള്ള ഭാഷ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ സമാരി മലയാളത്തിലെ ജനുവരി മാസവും ഫെബ്രുവരി മാസവും തുടർച്ചയായിട്ടുള്ളൊരു വിമർശന പരമ്പര ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എന്റെ ഒരു വിമർശനത്തെ വളരെ മോശമായിട്ട് കണ്ടിട്ട്, ആ രീതി മോശമല്ല, അതൊരു തെറ്റിദ്ധാരണ രീതിയിൽ കണ്ടുകൊണ്ട് മലയാള വിമർശനം രോഗാതുരമാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ CR പ്രസാദ് ലേഖനവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള കുറെ നിരൂപകരുടെ പ്രതികരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ സത്യത്തിൽ സച്ചിദാനന്ദൻ എന്നുള്ള കവിയുടെ നിലപാടുകളെയാണ് വിമർശിച്ചിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന്റെ കവിതയെയോ അദ്ദേഹത്തിന്റെ ഉള്ളടക്കത്തെയോ അല്ല, അദ്ദേഹം നിലപാടുകൾ വിമർശിച്ചു. അതൊരു പങ്ക്തിയിലുണ്ടായിട്ടുള്ള ഒരു വിമർശനമാണ്. പക്ഷെ അതുപോലും നമുക്ക് താങ്ങാൻ കഴിയാത്ത വിധം നമ്മുടെ സാഹിത്യ വിമർശനമൊക്കെ ഇങ്ങനെ ഒരു സങ്കുചിതമാകുന്നതിന്റെ ലക്ഷണമാണ് കാണുന്നത്. കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ സാഹിത്യ വിമർശനം, നമ്മുടെ ജനപ്രിയ സംസ്കാരമൊക്കെ വിമർശനത്തിന് വിധേയമാവേണ്ടതുണ്ട്. അത് കൃത്യമായ വിമർശനം ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കലെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആവാമെന്ന് കരുതുന്നു. എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. നമസ്കാരം. ശരി, സന്തോഷം. ശിവപ്രസാദ് പുതിയ തലമുറയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തെ തൻ്റെതായ നിലപാടിൽ വിയോജിപ്പുകൾ സഹിതം സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെയോ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. സുനിൽ സാറോ ആർക്കാണെങ്കിലും ഇനി ചർച്ചയിൽ പങ്കെടുക്കാം. അതായത് പരിമിതമായ സമയമുള്ളൂ, അത് കാരണം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ ആവാം. ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ശേഷം. സുനിൽ സാറേ. നമസ്കാരം. എനിക്ക് ഒരു സംശയം തോന്നിയാണ്. സംസ്കാരത്തെ കുറിച്ചും ഭാഷയെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്ക് മണിപ്പൂരിന്റെ സാഹിത്യത്തിന് മലയാളത്തിൽ നിന്നും വളരെ ഉയർന്ന ഒരു തലമുണ്ടെന്നും അവരുടെ ഒരു തുറന്ന ലോകം കാണിക്കുന്നു എന്നൊക്കെ സാർ ഇപ്പൊ പറയുകയുണ്ടായി. മലയാളത്തെക്കാൾ മികച്ച സാഹിത്യവും മികച്ച വിമർശനവും ഇന്ത്യയിലെ ഹിന്ദി സാഹിത്യത്തിന് പോലും ഇല്ലെന്നാണ് വിവർത്തന പുസ്തകങ്ങൾ വായിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അത് മലയാളത്തെ അദ്ദേഹം അത്ര കണ്ട് മനസ്സിലാക്കിയിട്ടും കുറച്ചുകൂടെ മുന്നോട്ട് മറ്റൊരാശയം വച്ചതാണോ എന്ന് തോന്നുന്നുണ്ട്. ഈ ബംഗാളി സാഹിത്യവും മലയാളവും തന്നെയാണ് ലോക സാഹിത്യത്തെ സ്വന്തം സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റു ഭാഷകളെക്കാൾ ഒരു മികവ് മലയാളത്തിനും ബംഗാളിക്കും ബംഗാളി ഭാഷയ്ക്കും ഉണ്ട്, അതിന്റെ സാഹിത്യത്തിനും ഉണ്ട്. അതിലേക്ക് മറ്റ് ഇന്ത്യൻ ഭാഷകൾ വളർന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത്. അതൊരു തോന്നലായിരിക്കാം. ശരി സാറേ. സാറ് സൂചിപ്പിച്ചു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടോ? ചോദ്യങ്ങളോ എന്തെങ്കിലും ആർക്കെങ്കിലും? ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ നരേന്ദ്ര സാർ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ? മ്യൂട്ടാന്ന് തോന്നുന്നു നരേന്ദ്രൻ സാർ. ചോദിച്ചോളൂ. എന്തായാലും ഇത്തരം ചോദ്യങ്ങളും വിയോജിപ്പുകളും ഒക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ വിഷയാവതാരകനും സന്തോഷിക്കുന്നത്. കാരണം അത്തരം നമ്മുടെ ചിന്തകളെ ആ രീതിയിൽ ജഡമാക്കി നിർത്തുകയല്ല, സജീവതയിലേക്ക് എത്തിക്കുകയാണ്. അത് തന്നെയാണ് ഇതിന്റെ ഒരു വലിയ വിജയവും. എനിക്കൊരു ചോദ്യം ഉള്ളത്, നമ്മുടെ ഈ സാഹിത്യ വിമർശനം
മലയാള സാഹിത്യ വിമർശനം വിശേഷിച്ചും ജനപ്രിയതയോട് മുഖം തിരിച്ചു എന്ന ഒരു പൊതുധാരണ ഉണ്ട്. ഇവിടെ മുണ്ടശ്ശേരിയെ കുറിച്ച് ജെയിനി ടീച്ചർ സൂചിപ്പിച്ചത് വളരെ ശരിയായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ പ്രഭാഷക വ്യക്തിത്വത്തോടു കൂടി ജനകീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് ചിലപ്പോൾ വിധി നിർണയത്തിലൊക്കെ വലിയ പാളിച്ചകൾ മുണ്ടശ്ശേരിയിൽ നമുക്ക് ആരോപിക്കാമെങ്കിലും അത്തരം ചില അംശങ്ങൾ മുണ്ടശ്ശേരിയുടെ വിമർശനത്തിന്റെ ചരിത്രത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ആഴത്തിൽ ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ഛത്രവും ചാമരവും എന്ന് പറഞ്ഞ എം.പി. ശങ്കുണ്ണി നായരുടെ അതിഗംഭീരമായ കൃതിയിൽ വയലാറിന്റെ ചലച്ചിത്ര ഗാനങ്ങൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ട് ഈ അപ്സരസുകളെ കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങളെ കുറിച്ച് പറയുമ്പം എന്തോ മലയാള വിമർശനം അത് ഒട്ടും ഗൗരവത്തിൽ നമ്മുടെ പിൽക്കാല വിമർശന ചരിത്രം അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ശങ്കുണ്ണി നായരെ പോലുള്ളവർ വിശേഷിച്ച് ഇന്ത്യൻ തിയറികളും വെസ്റ്റേൺ തിയറികളും നന്നായി പഠിച്ച നമുക്ക് ഈ രണ്ട് തിയറികളോടും നമുക്ക് ശത്രുതയോ അകൽച്ചയോ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒന്ന് വലുത് ഒന്ന് മോശം എന്നുള്ള ഒരു ധാരണയുടെ ആവശ്യം പോലും ഇല്ല. നമ്മള് ശങ്കുണ്ണി നായരെ പോലെ ഈ രണ്ട് സംസ്കൃതിയെയും ആഴത്തിൽ തിരിച്ചറിഞ്ഞ, വിശേഷിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ അകത്തുള്ള എല്ലാ ഉൾപ്പിരിവുകളെയും തിരിച്ചറിഞ്ഞ വലിയൊരു വിമർശകൻ ഈ പറയുന്ന പോലെ ജനപ്രിയ സാഹിത്യ ധാരണകളെ ഒരിക്കലും നിന്ദ്യമായിട്ട് കരുതിയിട്ടേയില്ല. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നതോ മലയാളത്തിലെ ഏറ്റവും വലിയ വരേണ്യ യാഥാസ്ഥിതിക സവർണ വിമർശകനായിട്ടാണ് അദ്ദേഹത്തെ പലരും മുദ്രകുത്തുന്നത്. അപ്പൊ നമ്മുടെ വിമർശന ചരിത്രത്തെ തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുകയും ഈ ജനപ്രിയതയോടുള്ള നമ്മുടെ വലിയ നിരൂപകരുടെ നിലപാടുകളെ പഠിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന ഒരു ധാരണയിലേക്ക് വാസ്തവത്തിൽ നരേന്ദ്ര സാറ് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി. അതിനോടുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ ഇന്ത്യൻ തിയറികൾ ഈ ജനപ്രിയ സാഹിത്യ പഠനത്തിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ത്യൻ തിയറി എന്ന് പറയുമ്പം അതും പലരുടെയും വിചാരം ഏതോ കാലത്ത് അസ്തമിച്ചു പോയ ഒരു തിയറി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അയ്യപ്പണിക്കരി സാറാണെങ്കിലും ദേശമംഗൽ രാമകൃഷ്ണൻ സാറാണെങ്കിലും വിനേന്ദ്രൻ മാഷ് അടക്കം പൂജപ്പുര കൃഷ്ണൻ നായർ സാറ്, ചാത്തനാഥ് അച്യുതനുണ്ണി സാറ്, ഇവരൊക്കെ ഈ വെസ്റ്റേൺ തിയറികളുടെയും കൂടെ സഹായത്തോടു കൂടി അതിൻ്റെയും കൂടെ ഉൾക്കാഴ്ചയോടുകൂടി ഇന്ത്യൻ തിയറികളെ നവീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ നവീകരണ സാധ്യത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജനപ്രിയ സാഹിത്യ ഭാവുകത്തെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അന്വേഷണം ശിവപ്രസാദ് അത്തരം ഒരു സൂചനയിലും കൂടെയാണ് സംസാരിച്ചത്. നമ്മുടെ യൂറോപ്യന്റെ കണ്ണിലൂടെ അല്ലാതെയും ഇതിനെ എങ്ങനെ വിശകലനം ചെയ്യാം. ഇപ്പൊ കെ.എം. നരേന്ദ്രന്റെ സാഹിത്യ വിമർശന പഠനങ്ങൾ വായിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് തറപ്പിച്ചു പറയാൻ കഴിയുന്ന അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്കൂളിന്റെ ഒരു ആരാധകനായിട്ട് നിൽക്കുന്ന ആളല്ല. അദ്ദേഹം ഇന്ത്യൻ തിയറിയുടെയും കൂടെ സാധ്യതകൾ വളരെ സമർത്ഥമായിട്ട് പഠിച്ച് വിലയിരുത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ആ ചോദ്യം. എനിക്ക് കുറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് നരേന്ദ്ര സാറുമായിട്ട് സ്വകാര്യമായിട്ട് സംസാരിച്ചോളാം. മൂന്നാമത്തെ ഒരു സംശയം എനിക്ക് വന്നിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ വി.സി. ശ്രീജനെ കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചു. അപ്പൊ ഈ ശ്രീജന്റെ അടക്കമുള്ള വിമർശനത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ ഈ നിരൂപകർക്ക് ഈ പണ്ട് ജനപ്രിയ സാഹിത്യത്തോട് മോശം നിലപാട് സ്വീകരിച്ച നിരൂപകരുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ അല്ലല്ലോ. ജനപ്രിയ സാഹിത്യത്തെ അതിന്റെ ഗൗരവത്തിൽ വിശകലനം ചെയ്യുന്ന നിരൂപകർക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ജനപ്രിയ സിനിമകളെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ മോശം നിരൂപകരാന്ന് നമ്മൾ ഒരിക്കലും ഇന്ന് പറയാറില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. മുട്ടത്ത് വർക്കിയെ കുറിച്ച് ഒരു ലേഖനം പഴയ കാലത്തെ ഒരു വിമർശകൻ എഴുതിയാൽ അയാളെ ഒരു മോശം പ്രവൃത്തിയായിട്ടേ കണ്ടിരുന്നുള്ളൂ. അയാൾ കാളിദാസനെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസിക് കൃതികളെ കുറിച്ച് പറയണമെന്നുള്ള നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയിലൊക്കെ ചില മാറ്റങ്ങളും വിള്ളലുകളും ഒക്കെ പുതിയ കാലത്ത് രൂപപ്പെട്ടിട്ടില്ലേ. ഏത് ജനിസിപ്പെട്ട കൃതിയാണെന്നുള്ളതല്ല, ആ കൃതിയെ ഒരു വിമർശകൻ എങ്ങനെ വിശകലനം ചെയ്യുന്നു. അതായത് വിമർശനം ഏതെങ്കിലും ഒരു കൃതിയുടെ ഒരു ആശ്രിത സ്വഭാവത്തോടു കൂടി ഒന്നുള്ളതല്ല, ഒരു സ്വയം അസ്തിത്വമുള്ള ഒരു പ്രവർത്തനമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടത്തില്ലേ എന്നൊരു ചോദ്യവും കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഏകാന്തതയിൽ അനുഭവിക്കേണ്ടതാണ് കലാസ്വാദനം എന്ന സങ്കല്പത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരം പോലെ ഒരു പുരുഷാരത്തിന്റെ നടുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ DJ സംസ്കാരത്തിന്റെ ഒക്കെ എത്രയോ വിപുലവും വ്യാപ്തവുമായ ജനകീയ പങ്കാളിത്തത്തോടു കൂടി കലാസ്വാദനം നടന്ന ഒരു പാരമ്പര്യവും നമ്മുടെ ഭാഗമാണെന്ന് ഞാൻ അതിനോട് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അതിനോട് ഞാൻ ചേർത്ത് വെച്ച് സൂചിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ
തീർച്ചയായിട്ടും അതിനൊരു അവസരമാണ്. ഇതില് ഞാൻ ആദ്യത്തെ പോയിന്റിനോട് ഞാൻ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാം. മറ്റേ 2 പോയിന്റ്സ് എന്താന്ന് വെച്ചാല് മറ്റൊരു വെബിനാറിന്റെ വിഷയമാണ്. അപ്പൊ അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് സമയം ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വളരെ താങ്കളുടെ വീക്ഷണത്തോട് ഞാൻ യോജിക്കുകയാണ്. ശങ്കുണ്ണി നായർ തന്നെയാണ് അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. വയലാറിന്റെ കൃതികളെ കുറിച്ച് എഴുതിയിട്ടുള്ള ശങ്കുണ്ണി നായർ തന്നെയാണ്. എന്തുകൊണ്ട് മുണ്ടശ്ശേരി അല്ല എന്ന് ചോദിച്ചാൽ, മുണ്ടശ്ശേരി രമണനെ കുറിച്ചും ഒക്കെ എഴുതുന്നുണ്ടെങ്കിലും നമുക്കറിയാം സിനിമാ പാട്ടുകൾ എന്ന് പറയുന്നത് ജനപ്രിയ സാഹിത്യം തന്നെയായിട്ടാണ് എല്ലാ കാലത്തും അറിയപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് രമണന് 2 സ്ഥാനമുണ്ട്. അത് ജനപ്രിയ സാഹിത്യവുമാണ്, അതേസമയം വളരെ വരേണ്യ സാഹിത്യവുമാണ്. കാരണം ആശാന്റെ തുടർച്ചയായിട്ട് നമ്മൾ എല്ലാവരും കരുതുന്നത് രമണനെ തന്നെയാണ്, അല്ലെങ്കിൽ ചങ്ങമ്പുഴയെയാണ്. അപ്പൊ ഇതിന് 2 സ്ഥാനമുണ്ട്. നേരെ മറിച്ച് സിനിമാ പാട്ടുകൾക്ക് ഒരു ജനപ്രിയ സാഹിത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ സാധ്യതയുള്ളൂ. അങ്ങനെ അവിടെ അതിന് ഒരു സ്ഥാനമുള്ളൂ. എന്നിട്ടും ശങ്കുണ്ണി നായർ അതിനെക്കുറിച്ച് എഴുതി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനാണ് കൂടുതൽ വില കൊടുക്കുന്നത്. നേരെ മറിച്ച് മുണ്ടശ്ശേരി എഴുതുന്നത് ആരെക്കുറിച്ചാണ്? അത് ചങ്ങമ്പുഴയെ കുറിച്ചാണെങ്കിൽ ചങ്ങമ്പുഴ ആ ലോകത്തുമുള്ള ആളാണ്. ഞാനിപ്പോ വരേണ്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇൻവേർട്ടഡ് കോമാസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത്. ആ വരേണ്യം എന്ന് എല്ലാവരും പറയുന്ന ആ വാക്ക്, തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. ആ വരേണ്യ സാഹിത്യത്തിലും ഉൾപ്പെടുന്ന ആളാണ് ചങ്ങമ്പുഴ. വരേണ്യമല്ലാത്ത ജനപ്രിയ സാഹിത്യത്തിലും ഉൾപ്പെടുന്ന ആളാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയെ ഇന്ത്യ അല്ലെങ്കിൽ കേരളം മുഴുവൻ ഏറ്റെടുത്തു. അദ്ദേഹം തുടങ്ങിയത് വാസ്തവത്തിൽ ജനപ്രിയ സാഹിത്യകാരനായിട്ടല്ല, പക്ഷെ അത് കേരളം മുഴുവൻ അദ്ദേഹത്തെ ഏറ്റെടുത്തതോടുകൂടി അദ്ദേഹം എല്ലാവരുടേതുമായി. നേരെ വെച്ച സിനിമാ പാട്ടുകളെ കുറിച്ച് എഴുതണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആത്മധൈര്യം വേണം. കാരണം അത് ജനപ്രിയ സാഹിത്യം മാത്രമാണ്, അത് വരേണ്യമായിട്ട് ഒരിക്കലും അവതരിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശങ്കുണ്ണി നായർ തന്നെയാണ് ഞാൻ അല്പം കൂടി അതിന് മുകളിൽ കാണുന്നത്. ശങ്കുണ്ണി നായരുടെ സാഹിത്യത്തിലാണ്. എന്താണ് മുണ്ടശ്ശേരി എഴുതിയതിനെ ഞാൻ ഒട്ടും കുറച്ച് കാണിക്കുകയില്ല. അതുപോലെ ഞാൻ ഇവിടെ ശിവപ്രസാദ് പറയുന്ന ഒരു പോയിന്റിനോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ ഇന്നത്തെ സാഹിത്യകാരന്മാർ ഏറ്റവും പുതിയ തലമുറയിൽ ഇപ്പം പി മുരളി അടക്കമുള്ള ആൾക്കാർ ജനപ്രിയ സാഹിത്യത്തിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുകൂടി എഴുതുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഞാൻ അതേ അല്ല എതിർക്കുന്നത്. പക്ഷെ ജനപ്രിയ സാഹിത്യത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല അവരാരും. അവിടെയാണ് പ്രശ്നം. ബി മുരളിയുടെ പുസ്തകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികൾ വരുന്നത് എവിടെയാണ്? അത് മാതൃഭൂമിയിലോ ഒക്കെ ഭാഷാഭോഷ്ടിയിലോ ആണ് വരുന്നത്. അത് അപ്പോഴും നേരത്തെ ഞാൻ പറയുന്ന പോലത്തെ ഒരു ഹയർ ലെവലിലാണ് അതിന്റെ വായനക്കാരുള്ളത്. മാർഷൽ മക്ലുഹൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഒരു സാഹിത്യകൃതിയുടെ അല്ലെങ്കിൽ ഒരു ഏത് വസ്തുവിന്റെയും മൂല്യം എന്ന് പറയുന്നത് അതിന്റെ മീഡിയ പ്ലാറ്റ്ഫോം കൂടി അംഗീകരിച്ചു കൊണ്ടാണ് വരുന്നത്. ഏത് മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഈ പറയുന്ന സാഹിത്യകാരന്മാരൊക്കെ എഴുതുന്നത്? അത് NS മാധവനായാലും ശരി, ഹിഗ്വിറ്റ് എഴുതി NS മാധവനായാലും ശരി, ബി മുരളി ആയാലും ശരി. ആ ബി മുരളി, NS മാധവൻ അല്ലെങ്കിൽ പൈത്തഗോറസ് എഴുതിയ അദ്ദേഹത്തിന്റെ പേര് ഉറുമ്പുകളെ കുറിച്ചൊക്കെ എഴുതിയ സാഹിത്യകാരനുണ്ടല്ലോ, അദ്ദേഹം ആയാലും ശരി, ആരായാലും ശരി, അല്ലെങ്കിൽ രവിയുടെ സാഹിത്യമായാലും ശരി, ഈ സാഹിത്യം ഒക്കെ തന്നെ ഏത് ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നത്? ഏത് പ്ലാറ്റ്ഫോമിൽ, ഏത് വാരികകളിലാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്? നിങ്ങൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു ആളോട് ചോദിച്ചാൽ ഇവരെക്കുറിച്ച് ആരും അറിയ പോലുമില്ല. ഒരു സാധാരണ മനുഷ്യന് നേരെ മറിച്ച് TV സീരിയൽസിൽ ഇന്ന് സംഭവിക്കുന്ന പ്രോഗ്രാംസിനെ കുറിച്ച് അറിയുകയും ചെയ്യാം. അപ്പൊ ഈ TV സീരിയൽസും ഒക്കെയാണ് ഇന്നത്തെ ജനപ്രിയ മേഖലകളെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നില്ല ഇന്നത്തെ ഈ വരേണ്യ സാഹിത്യകാരന്മാർ. ഇപ്പോഴും ഞാൻ അവർ വരേണ്യം തന്നെ വിളിക്കേണ്ടി വരുന്നു. കാരണം എന്താ വെച്ചാൽ അവരിപ്പോഴും എഴുതുന്നത് എവിടെയാണ്? ഈ ഭാഷാഭോഷ്ടി പോലത്തെ കൃതികളിലാണ്. അവര് ജനപ്രിയ സാഹിത്യത്തിന്റെ ഒരു അംശം മോഷ്ടിച്ച് അവരെ സ്വന്തം ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ള ശരിയാണ്. അത്രത്തോളം അവര് ലൂസായി കഴിഞ്ഞു. പക്ഷെ അവരെന്ന് ജനപ്രിയ സാഹിത്യകാരൻ തന്നെ ആവുന്നുവോ അങ്ങനെ ഒരു കാലത്താണ് വാസ്തവത്തിൽ ജനപ്രിയ സാഹിത്യവും മറ്റവും തമ്മിലുള്ള ഒരു ഫ്യൂഷൻ സംഭവിക്കുന്നത്. ഇപ്പൊ സംഭവിക്കുന്നില്ല. ഇപ്പൊ ജനപ്രിയ സാഹിത്യകാരന്റെ ചില അംശങ്ങൾ എടുത്ത് അവര് പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അത് ബുദ്ധിപൂർവ്വം ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ജനപ്രിയ സംസ്കാരം നടക്കുന്ന TV സീരിയൽസിലൊന്നും അവര് വരേണ്യ സംസ്കാരത്തിനെ ഒന്നും അനുകരിക്കുന്നില്ല. അവരുടെ വഴിക്ക് തന്നെയാണ് പോകുന്നത്. ഇവരത് കുറേശ്ശെ അനുകരിച്ചു. കാരണം തങ്ങളുടെ പൊസിഷൻ അല്പം കൂടി ദുർബലമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി കുറച്ച് അത് ചെയ്യുന്നുണ്ടെന്നല്ലാതെ എന്ന് ഈ പറയുന്ന നല്ല സാഹിത്യകാരന്മാർ TV സീരിയലുകളുമായിട്ട് സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്നുവോ അന്നേ ജനപ്രിയ സംസ്കാരവും ഇതും തമ്മിലുള്ള ഒന്നായി മാറി എന്ന് ഞാൻ പറയുള്ളൂ. അതുവരെയൊക്കെ ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു ഇമിറ്റേഷനാണ് സംഭവിക്കുന്നത്. ഇത് ഈ ബി മുരളിയുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ
യഥാർത്ഥത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അങ്ങനെ ആയിരുന്നില്ല പണ്ട് കാലത്ത്. ഓ ഹെൻറി ആരോടാണ് സംസാരിച്ചത്? ഓ ഹെൻറി വളരെ സാധാരണക്കാരനോടാണ് സംസാരിച്ചത്. കാരണം അദ്ദേഹം വളരെ സാധാരണക്കാരനായിരുന്നു. അദ്ദേഹം ഒരു കുറ്റവാളിയായിരുന്നു, അദ്ദേഹം മോഷ്ടാവായിരുന്നു. അദ്ദേഹം ജയിലിലിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ജയിൽ വാർഡിന്റെ സഹായത്തോടു കൂടി ആ കൃതികളൊക്കെ എഴുതിയത്. അങ്ങനെ ആ ലോകത്തിൽ നിന്ന് വന്ന് ആ ലോകത്തിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് സംസാരിച്ച്, പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരു മാനത്തിലേക്ക് ഉയർന്ന ആളാണ് ഓ ഹെൻറി. അങ്ങനെ ആ മട്ടിൽ ഈ ലോകത്തിൽ നിന്ന് തന്നെ ആ ഒരു തരത്തിലുള്ള സാഹിത്യവും നമ്മുടെ ടി വി സീരിയൽസിലായാലും ഒക്കെ അവിടുന്ന് തന്നെ സാഹിത്യം ഉണ്ടാവട്ടെ, ജനങ്ങളോട് കൃത്യമായിട്ട് സംവദിക്കുന്ന തരത്തില്. അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്തെ വാസ്തവത്തിൽ ഈ ഫ്യൂഷൻ സംഭവിക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെ അല്ല എന്ന് ഇപ്പൊ ഞാൻ പറയുന്ന ആർഗ്യുമെന്റ് ശരിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് എളുപ്പമാണ്. നിങ്ങൾ ഈ നഗരത്തിലെ കോളേജുകളിൽ നിന്നൊക്കെ വിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൻപുറത്ത് പോവുക, എന്നിട്ട് ചോദിക്കുക ബി മുരളി ആരാണെന്ന് അറിയുമെന്ന് ചോദിക്കുക. ഒറ്റ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല. നേരെ മറിച്ച് ദേവരാജൻ മാഷ് ആരാണെന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടാവും. ആ ഓഡിയൻസിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടോ? ബി മുരളിക്കായാലും നേരെ മറിച്ച് ഇത്തരം സാഹിത്യകാരന്മാർക്ക് ആർക്കായാലും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടാണ്. എം ടി വാസുദേവൻ നായർ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എം ടി വാസുദേവൻ നായരാണ് ഈ രണ്ടിലോ മേഖലയിലും പ്രവർത്തിച്ചത്. കുറച്ചൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിനും പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ ആധുനിക ദശ തുടങ്ങിയ ശേഷം ഉള്ള സാഹിത്യകാരന്മാർക്ക് ആർക്കും അത് സാധിച്ചിട്ടില്ല. അത് പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ എത്തുന്ന സമയത്ത് അവർ ജനപ്രിയ സാഹിത്യത്തിന്റെ ചില അംശങ്ങൾ ഏറ്റെടുത്തു എന്നതല്ലാതെ അവരുടെ മീഡിയ പ്ലാറ്റ്ഫോം മാറ്റിയിട്ടില്ല. അവർ യഥാർത്ഥ കേരളത്തിന്റെ മൊത്തമുള്ളൊരു ഓഡിയൻസിനെ അവർ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തെളിവ് നിങ്ങൾ നാട്ടുപുറത്ത് പോയിട്ട് ബി മുരളി ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് ഒറ്റ കുട്ടിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. 100% എനിക്ക് ഉറപ്പുണ്ട് ഒറ്റ കുട്ടി അറിയുന്നുണ്ടാവില്ല. ബി മുരളിയുടെ വീട്ടിൽ അടുത്തുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവാം. നിങ്ങൾ കണ്ണൂരോ കോഴിക്കോടോ ഏതെങ്കിലും നാട്ടിൻപുറത്ത് പോയിട്ട് ചോദിക്കുക. നേരെ മറിച്ച് വയലാർ ആരാന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടാവും, ദേവരാജൻ മാഷ് ആരാന്ന് ചോദിച്ചാൽ അറിയുണ്ടാവും. അപ്പൊ അതിനർത്ഥം എന്താണ്? അപ്പൊ രണ്ടും രണ്ട് ഓഡിയൻസ് ആയിട്ട് ഇന്നും പിളർന്നു കിടക്കുകയാണ്. അപ്പൊ ഈ ഫ്യൂഷൻ ഓഫ് ടു കൾച്ചേഴ്സ് ഇറ്റ് ഹാസ് നോട്ട് ഹാപ്പൻ സോ ഫാർ എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും മറ്റു കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ വെസ്റ്റേൺ തിയറീസിന് പകരം ഈ ഈസ്റ്റേൺ തിയറീസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ഭാരതീയ സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്നുള്ളത് 100 തരം, ഒരു സംശയവും വേണ്ട. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. അത് ഞാൻ ശ്രീശൈലം ഉണ്ണീഷ് മാഷോട് നേരിട്ട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ ധ്വനി സിദ്ധാന്തവും നമ്മുടെ ഇമേജസ് ഒക്കെ വരുന്ന അലങ്കാര സിദ്ധാന്തവും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ആ അലങ്കാര സിദ്ധാന്തത്തിന്റെയും ധ്വനി സിദ്ധാന്തത്തിന്റെയും അനാവശ്യമായ ഉൾപ്പിരിവുകളിലേക്ക് പോവാതെ അവയുടെ ആത്മാവ് മാത്രം എടുത്ത് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ, പ്രയോഗിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. വളരെ എളുപ്പത്തിൽ ഈ തിയറിയൊക്കെ അതിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾക്ക് 100% ഇന്നും പ്രസക്തിയുണ്ട്. പക്ഷെ ആ പ്രസക്തി നഷ്ടപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അലങ്കാര സിദ്ധാന്തത്തെ കുറിച്ച് ഒന്നും പറയാതെ, അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് 120 തരമുണ്ട്. ആ ഓരോ 120 തരത്തിനും 536 തരത്തിലുള്ള ഉൾപ്പിരിവുകളുണ്ട് എന്ന് മട്ടിലങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ ആ അലങ്കാര സിദ്ധാന്തം ഒരാളും തൊടില്ല. നേരെ മറിച്ച് എന്താണ് അലങ്കാരം, ഭാഷയിൽ അലങ്കാരം ചെയ്യുന്നത് എന്താണ് എന്ന മട്ടിലുള്ള അതിന്റെ റിയൽ തിയറി വളരെ ചെറുതായിട്ട് പറഞ്ഞ് ഈ 3 തിയറീസും സമഗ്രമായിട്ട് സംയോജിപ്പിച്ച് നിങ്ങൾക്ക് നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസിലായാലും അതുപോലെ തന്നെ സാഹിത്യ പഠനത്തിലായാലും അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം 100 തരം, ഒരു സംശയവുമില്ല കാര്യത്തില്. പക്ഷെ അനാവശ്യമായിട്ടുള്ള അതിന്റെ ഉൾപ്പിരിവുകളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇതാവുന്നത്. എത്ര തരം അലങ്കാരമുണ്ട്, ഉൾപ്രേക്ഷയും മറ്റതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന മട്ടിലുള്ള അനാവശ്യ ചർച്ചകൾക്ക് പോവുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ ചവറ്റുകുട്ടയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഇടും. അത് കൂടി പറയണം. എന്തായാലും അതിൽ പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ന് ഞാനിവിടെ നിർത്തുന്നു. ഇനിയും 2 പേരുണ്ട്, നമ്മുടെ ശിവപ്രസാദും ജൈനിമോളുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം വിദ്യാർത്ഥികൾ കൂടി ചോദ്യം ചോദിക്കണം എന്നാണ്. അവരൊരു ചോദ്യം ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞാനത് ഉത്തരമായിട്ടാണ് എടുക്കുക. കാരണം പുതിയ തലമുറ പറയുന്നത് ഞാൻ കേട്ടിരിക്കുകയാണ് വേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമ്മുടെ സമയം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ? ഉണ്ണികൃഷ്ണൻ മാഷയോ, എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ, എനിക്ക് പേരോർമ്മയില്ല. മണിപ്പൂരി സാഹിത്യത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞോട്ടെ? ഓ ശരി. ഓക്കെ. അപ്പോ പലപ്പോഴും അദ്ദേഹം ചോദിച്ചത് ആരെന്ന് എനിക്ക് ഓർമ്മയില്ല, കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഞാൻ ഡൽഹിയിൽ എത്തുന്നവരെ എന്റെയും കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു.
കേരളം കഴിഞ്ഞാൽ പിന്നെ ബംഗാളിൽ മാത്രമേ സാഹിത്യമുള്ളൂ. അത് മാത്രമേ, കാരണം ബംഗാളിൽ നിന്നാണ് കൂടുതൽ ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളത് നമുക്ക്. അതുകൊണ്ട് കേരളത്തിലെ സാഹിത്യം തന്നെ എപ്പോഴും നമുക്ക് ബംഗാൾ സാഹിത്യമേ ഉള്ളൂ എന്ന് എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ സാഹിത്യത്തെ കുറിച്ചിട്ട് മണിപ്പൂരുകാർക്കോ അല്ലെങ്കിൽ ബീഹാറുകാരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദിയിൽ അധ്യാപകർക്കോ വലിയ ധാരണയില്ല. അവിടെ ഇങ്ങനെ സാഹിത്യം ഉണ്ടെന്ന് അവർ ചോദിക്കുകയാണ്. അവർക്ക് അവരുടെ സാഹിത്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊന്നും ശരിയായ കാര്യമല്ല പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ സാഹിത്യം മാത്രമാണ് മികച്ചത് എന്ന് നമ്മൾ കരുതുന്നത് ശരിയല്ല. കാരണം ഭാരതത്തിൽ കർണാടക സാഹിത്യം, കർണാടകത്തില് നമ്മളൊക്കെ എത്രയോ പാരമ്പര്യം കർണാടക സാഹിത്യത്തിൽ, തമിഴിനും സംഘകാലം മുതലേ അവർക്കുണ്ട് കാര്യം. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ കേരളത്തിൽ മാത്രമാണ് സാഹിത്യമുള്ളത്, ആ മികച്ച സാഹിത്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അവിടെയാണ് ഡോക്ടർ വി സി ദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാദം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സാമന്ത സാഹിത്യമാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അതാണ്. കാരണം നമ്മൾ എപ്പോഴും ഈ യൂറോപ്പിനെ, അതായത് ഇന്ദുലേഖ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ യൂറോപ്പിനെ മാത്രമാണ് അനുകരിച്ചിട്ടുള്ളത് അന്തമായിട്ട്. നമ്മൾ തൊട്ടടുത്തുള്ള കർണാടക സാഹിത്യം എന്ത് നടക്കുന്നു നമുക്കറിയില്ല. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് നടക്കുന്ന കാര്യം നമുക്കറിയില്ല. നമുക്കറിയുന്ന ജർമ്മനിയിലെ സാഹിത്യം നമുക്കറിയാം. കാരണം നമ്മളൊരു ഒരു 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 കൊളോണിയൽ ഹെജമണി നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ അതിന്റെ ഇരയാണ്, ഹെജമണി ഇരയാണ് നമ്മൾ. അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മുടെ സാഹിത്യമാണ് വലുത്. നോർത്ത് ഈസ്റ്റിൽ, ഞാൻ മണിപ്പൂർ ഉദാഹരണം പറഞ്ഞതാണ്. നോർത്ത് ഈസ്റ്റിലെ സാഹിത്യം എല്ലാം നമുക്ക് പറയാൻ കഴിയില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സാഹിത്യമുണ്ട്, അവിടെ കൾച്ചർ ഉണ്ട്. നമ്മളിപ്പോ ഒരു യൂറോപ്യൻകാരന്റെ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഭാരതത്തിലെ എല്ലാ സംസ്കാരത്തെയും വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഒരിക്കലും അത് ശരിയാവില്ല. അത് ആ സ്കെയില് ഒതുങ്ങില്ല നമുക്ക്. ഈ ഒരു കാര്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയൊരു ഒരു കാര്യം. അതുകൂടി സൂചിപ്പിക്കുകയാണെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം, ഈ ഭാരതത്തിലെ എല്ലാ ഭാഷകളെയും പഠിക്കുവാനുള്ള അവസരം കൊടുക്കുകയാണ് അവര്. അവിടെ ഭാഷയും സാഹിത്യവും കുട്ടികൾ പഠിക്കട്ടെ, എന്നിട്ട് അവരുടെ കൾച്ചറലായിട്ട് അവർ ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തട്ടെ. അപ്പോൾ മാത്രമേ ഭാരതം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നിട്ടുള്ള ഒരു വലിയൊരു ഒരു അർത്ഥസങ്കല്പം എല്ലാവരുടെയും ഉള്ളിലെത്തുകയുള്ളൂ. അപ്പൊ ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള ഐക്യത്തിന്, അഖണ്ഡതക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് തൊട്ടടുത്തുള്ള ഭാരതത്തിലെ സാഹിത്യം പഠിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തുടങ്ങി കഴിയും. കാരണം ഇപ്പം എല്ലാ ട്രാൻസ്ലേഷൻ വന്നു കഴിഞ്ഞു, അതൊക്കെയുണ്ട്. ഇപ്പൊ നമ്മുടെ ബംഗാൾ സാഹിത്യം മാത്രമല്ല സാഹിത്യം, അതിനപ്പുറം സാഹിത്യമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കിയത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. ആ ഒരു അനുഭവം വെച്ച് മാത്രം പറയുകയാണ്. ശരി, ഓക്കെ, ശരി, സന്തോഷം. നമ്മുടെ ചർച്ച പൂർണ്ണമാകാണ്. നമ്മുടെ മെയ് 10 വൈകുന്നേരം 7 മണിക്കാണ് 4ാമത്തെ വെബിനാറ്. വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. ഒരുപക്ഷെ നമ്മുടെ വൈജ്ഞാനിക മേഖലയിൽ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു വിഷയമാണ്. അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാറാണ്. നമുക്കറിയാം, ചട്ടമ്പിസ്വാമികളുടെ സമാധിയുടെ ശതാബ്ദി വർഷമാണിത്. നമ്മുടെ ധൈഷണിക മേഖലയിൽ ചട്ടമ്പിസ്വാമികൾ നിർവഹിച്ച അതിഗംഭീരമായ ധൈഷണിക പ്രവർത്തനത്തെ ചട്ടമ്പിസ്വാമി പഠനങ്ങൾ എന്ന ബൃഹത്തായ ഗ്രന്ഥം എഡിറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ എ ഉണ്ണികൃഷ്ണൻ സാറ് നമ്മുടെ മുമ്പാകെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു പശ്ചാത്തലത്തിലും കൂടെ ആണ് നമ്മൾ ആ വിഷയം എടുത്തിട്ടുള്ളത്. ചട്ടമ്പിസ്വാമികളുടെ ആദിഭാഷാ ദർശനം എന്ന വിഷയത്തിൽ വിദ്യാധിരാജന്റെ ആദിഭാഷാ ദർശനം, ആ വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാറാണ്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുന്ന 2 വിദ്യാർത്ഥിനികളാണ്. അതാണ് അതിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. അടുത്ത വെബിനാറിന്റെ ഭാഷാശാസ്ത്രത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 വിദ്യാർത്ഥിനികൾ, ഒന്ന് ഗൗരി ശങ്കരി, മറ്റൊന്ന് സഞ്ജന. ഇവര് 3 പേരും കൂടി ആ വിഷയം കൈകാര്യം ചെയ്യും. തീർച്ചയായിട്ടും പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കണം. ഇന്നത്തെ വെബിനാർ അർത്ഥപൂർണമായി, തീർച്ചയായിട്ടും നല്ല ചർച്ചകളുണ്ടായി. വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് സാറിന്റെ തന്നെ ഗവേഷക വിദ്യാർത്ഥിയായ ശാന്തിനിയെ ക്ഷണിക്കുകയാണ്. എന്തായാലും ക്ഷണിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മൾ കൃത്യം 7 മണിക്ക് തുടങ്ങി. ഇപ്പൊ സമയം 9:07. പക്ഷെ നമുക്ക് യാതൊരു സംശയവും ഇല്ല, ഈ സമയം വളരെ പ്രയോജനപ്പെട്ടു. എനിക്ക് തോന്നുന്നത് നരേന്ദ്രൻ സാറാണെങ്കിലും ഇവിടെ പറഞ്ഞ കാര്യങ്ങളുടെയും കൂടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനും ഇന്നത്തെ വെബിനാർ പ്രയോജനപ്രദമായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ജെയിനി ടീച്ചറിനാണെങ്കിലും ശിവപ്രസാദ് സാറിനാണെങ്കിലും എല്ലാവർക്കും നമ്മൾ ആ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം. പരസ്പരം പരിചയപ്പെടാനും ഒക്കെ ഉള്ള അവസരമാണിത്. അങ്ങനെയുള്ള ആശയപരമായ ഒരു കൊടുക്കൽ വാങ്ങലും കൂടെ നടക്കുകയാണ്. അതാണ് തീർച്ചയായിട്ടും നരേന്ദ്രൻ സാർ സൂചിപ്പിച്ച പോലെ ഡോക്ടർ എ ഉണ്ണികൃഷ്ണൻ സാറിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരം ഇത്തരത്തിലുള്ള വൈജ്ഞാനിക സംവാദങ്ങളും കൂടിയാണ്. തീർച്ചയായിട്ടും അല്ലാതെ കേവലം ഒരു യാത്രയിലൂടെ അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല ഉണ്ണികൃഷ്ണൻ സാറിന്റെ പ്രവർത്തനങ്ങളോടുള്ള നമ്മുടെ ബഹുമാനം.
അപ്പൊ ശാന്തിനിയെ ഞാൻ സ്നേഹത്തോടെ നന്ദി പ്രകാശനത്തിനായിട്ട് ക്ഷണിക്കുന്നു. സാർ നമസ്കാരം, ഞാൻ ശാന്തിനിയാണ്. ഈ വെബിനാറിന് നന്ദി അർപ്പിക്കുക എന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കർത്തവ്യം. ഔദ്യോഗികമായി വിരമിച്ച ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ സാറിന് ഗവേഷകരുടെ ആദരവായി സംഘടിപ്പിക്കപ്പെട്ട ഈ വെബിനാർ അതിന്റെ ഒരു പരിസമാപ്തിയിലെത്തുന്ന ഘട്ടമാണ്. ജനപ്രിയ സംസ്കാരം വിമർശനത്തിലെ നിലപാടുകളും എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് നമ്മുടെ വെബിനാർ ഇന്ന് മുന്നോട്ട് പോയത്. തീർച്ചയായും വളരെ സാർത്ഥകമായ ഒരു വെബിനാറാണ് ഈ ഒരു സമയത്ത് നടന്നത്. പ്രശസ്ത സാഹിത്യ വിമർശകനായ കെ എം നരേന്ദ്രനാണ് വളരെ വ്യക്തവും വിശദവുമായി അദ്ദേഹം ജനപ്രിയ സാഹിത്യത്തിൽ നിന്നുകൊണ്ട് വിഷയാവതരണം നടത്തിയത്. അദ്ദേഹം വളരെ സൈദ്ധാന്തികമായ അടിയുറപ്പോടുകൂടിയും ഒപ്പം പ്രായോഗിക തലത്തിലും അതിനെ വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും ശ്രമിച്ചു. അദ്ദേഹത്തിന് എന്റെയും മറ്റ് ഗവേഷകരുടെയും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതിനൊപ്പം തന്നെ നന്ദി പറയേണ്ടത് വിഷയത്തോടുള്ള പ്രതികരണം നടത്തിയ ജൈനിമോൾ ടീച്ചർ ഇവിടെ സംസാരിച്ചത് എങ്ങനെയാണ് ഈ ജനപ്രിയ സാഹിത്യം കേരള സമൂഹത്തിലേക്ക് കടന്നു വന്നത്, വിമർശകർ എങ്ങനെയാണ് അത് നോക്കിക്കണ്ടത് എന്നൊക്കെയുള്ള തരത്തിൽ. മാത്രമല്ല പുതിയ ജനപ്രിയ സാഹിത്യത്തിന്റെ പ്രാധാന്യത്തിൽ കൂടെ ഊന്നി നിന്നുകൊണ്ടാണ് ടീച്ചർ സംസാരിച്ചത്. ടീച്ചറിനും നന്ദി അറിയിക്കുന്നു. അത് അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് രണ്ടാമതായി പ്രതികരിച്ച ശിവപ്രസാദ് സാറിനാണ്. ജനപ്രിയ സാഹിത്യത്തിന്റെ പരിണാമത്തിൽ കേരള സമൂഹത്തെയൊക്കെ മുൻനിർത്തി അതിനെ വിശകലനം ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന്റെ തന്നെ വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് തികച്ചും സംവാദാത്മകമായ രീതിയിലാണ് ഈ സെമിനാർ 3 ഘട്ടങ്ങളിലൂടെയും വിഷയാവതരണത്തിലൂടെയും തുടർന്നുള്ള പ്രതികരണങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയത്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. അതിനൊപ്പം തന്നെ സ്വാഗതം ആശംസിച്ച കീർത്തി ചേച്ചി, ഈ വെബിനാറിന്റെ ആദ്യാവസാനം ഉണ്ടായിരുന്ന ഓരോ കാര്യത്തിലും ഇടപെട്ട ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാറ്, പ്രതികരിച്ച മറ്റ് ഗവേഷകർ, പങ്കെടുത്ത വ്യക്തികൾ, എല്ലാത്തിലും ഉപരി ഈ വെബിനാറിന്റെ കേന്ദ്രബിന്ദുവെന്നും ആധാരബിന്ദുവെന്നും ഒക്കെ നമുക്ക് വളരെ സന്തോഷത്തോടെ ഓർക്കാനാവുന്ന ഉണ്ണികൃഷ്ണൻ സാർ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. സന്തോഷം.